നമസ്കാരം. ഈവനിംഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. വലിയ മുന്നേറ്റം, വലിയ ചൂടുവയ്പ്. ഹേമ കമ്മിറ്റി ഉരുക്കി മാറ്റിയ സിനിമാ മഞ്ഞിൽ തെളിഞ്ഞ ഹിമാലയൻ വസ്തുതകൾ. ഇതിലേക്ക് നയിച്ച സർക്കാരിൻ്റെ ശക്തമായ ഇടപെടലുകൾ തുടരുകയാണ്. റിപ്പോർട്ട് ഉള്ളിലിരുന്നപ്പോഴും സിനിമാ മേഖലയിലെ കരടുകൾ നീക്കാൻ തുടങ്ങിയ സർക്കാർ കൂടുതൽ ക്രിയാത്മകമായ നടപടികളിലേക്കാണ് നീങ്ങുന്നത്. നയരൂപീകരണം അടക്കം അടിവെച്ച് മുന്നോട്ട്. ഇതിൽ തടസ്സങ്ങൾ കാണുന്ന ദോഷൈക ദൃക്കുകളോട് നല്ല നമസ്കാരം പറയുകയേ ഈ ഘട്ടത്തിൽ വഴിയുള്ളൂ. മറ്റു ഭാഷകളിലെ സിനിമാ മേഖലകളിൽ ഒന്നും സംഭവിക്കാത്ത വലിയ ശ്രമം ഇവിടെ നടന്നത് കമ്മീഷനെ നിയോഗിച്ച സർക്കാരിൻ്റെ വലിയ ക്രെഡിറ്റ് തന്നെയാണ്. ഇനി എന്ത് എന്ന് ആലോചിച്ച് ക്രിയാത്മക നിർദ്ദേശം നൽകലാണ് അനിവാര്യമായ സാമൂഹിക ഊർജം. എന്തൊക്കെയാണ് ഹേമ കണ്ടെത്തലുകൾക്ക് ശേഷം രൂപപ്പെടുന്ന അപനിർമ്മിതിയും വസ്തുതകളും? എങ്ങനെയാണ് സ്ത്രീ സൗഹൃദ നീക്കത്തെ പരിപോഷിപ്പിക്കേണ്ട സാമൂഹിക ഇടപെടൽ സാധ്യമാക്കേണ്ടത്? നമുക്ക് ചർച്ച ചെയ്യാം. ഇന്ന് നമ്മുടെ ചർച്ചയെ സമ്പന്നമാക്കുന്ന അതിഥികൾ സിനിമാ നടൻ മഹേഷ്, ഒപ്പം സിനിമ സംവിധായകൻ ബൈജു കൊട്ടാരക്കര, തിലകൻ്റെ മകൾ സോണിയ തിലകൻ, ഒപ്പം അഭിഭാഷകൻ രാഷ്ട്രീയ നിരീക്ഷകനൊക്കെയായ അഡ്വക്കേറ്റ് പി എ പ്രിജി എന്നിവരാണ് നമ്മുടെ ചർച്ചയെ സമ്പന്നമാക്കുന്ന. ആദ്യം ശ്രീ മഹേഷിലേക്ക്. ശ്രീ മഹേഷ്, എന്തൊക്കെയാണ് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഞെട്ടിപ്പിക്കുന്ന കഥകളായി എത്തുന്നത്? നേരത്തെയൊക്കെ പല വിധത്തിലും ഇതിന് സമാനമായ പല കാര്യങ്ങളും കേൾക്കുമ്പോൾ അതൊരു മഞ്ഞ വാർത്തയുടെ മുഖം മാത്രമായിരിക്കുമെന്ന് കരുതിയാണ് മാറ്റിയിരുന്നത്. കാരണം സിംഹഭാഗവും നല്ല രീതിയിൽ പോകുമ്പോൾ ചില ഭാഗം ദുഷിക്കുന്നത് സ്വാഭാവികമായും ഒരു പ്രക്രിയയുടെ ഭാഗമാണ് എന്നൊക്കെ കരുതുന്നത്. പക്ഷേ അങ്ങനെയല്ല. നിങ്ങളൊക്കെ മതിക്കുന്ന സിനിമാ മേഖല എന്നറിയുന്ന ഞെട്ടലിലാണ് സമൂഹം ഇപ്പോഴും. ഇനി എന്ത് എന്നതിലേക്കുള്ള നീക്കങ്ങൾ സർക്കാർ ശക്തമാക്കുന്നൊരു വേളയിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തെത്തി. ശ്രീ മഹേഷ്, ഒരൊറ്റ സിനിമാ സംഘടനയും, അമ്മയാകട്ടെ മറ്റ് സംഘടനകളാകട്ടെ, ഒന്നും ഇതേ സംബന്ധിച്ച് ക്രിയാത്മകമായ ഒരു അഭിപ്രായവും പറഞ്ഞിട്ടില്ല. മഹേഷ്, ഇതിനകത്ത് എന്താണെന്നറിയോ? അമ്മ പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ കാരണം അമ്മ ശരിക്കും ഇപ്പോൾ ഒരു റിഹേഴ്സൽ ക്യാമ്പിലാണ്. അമ്മയ്ക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, ഫെഫ്കയ്ക്കും കൂടെ ചേർന്നുകൊണ്ട് അവരുടെ സാമ്പത്തിക അവസ്ഥ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള റിഹേഴ്സൽ ക്യാമ്പിലാണ്. അവരെ ഈ റിപ്പോർട്ടൊക്കെ ഒന്ന് പഠിച്ച് കാര്യങ്ങൾ പ്രതികരിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെന്തോ ആയിക്കോട്ടെ, അതിപ്പോൾ അവരുടെ ഈ സംഘടനയുടെ തലപ്പത്ത് നിൽക്കുന്നവർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഞാൻ ഒരു അമ്മയുടെ മെമ്പർ എന്നുള്ള രീതിയിലല്ല ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഞാൻ ഈ പറയുന്ന ചലച്ചിത്ര മേഖലയിൽ ഒരു നടൻ എന്നുള്ള രീതിയിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ എൻ്റേതായിട്ടുള്ള ചില കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനകത്ത് ആദ്യം തന്നെ WCCക്ക് ഞാനൊരു ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ്. കാരണം WCC ആണ് ഇതിന് മുൻകൈ എടുത്തുകൊണ്ട് സർക്കാരിൽ വരികയും സർക്കാരിനോട് ഈ കാര്യങ്ങൾ പറയുകയും അങ്ങനെ നമ്മുടെ സർക്കാർ ഇതിന് വേണ്ട അനുഭവമായ ഒരു കമ്മിറ്റി ഉണ്ടാക്കുകയും ആ കമ്മിറ്റിയിൽ കൂടി ഈ പറഞ്ഞ പല കാര്യങ്ങളും ഇപ്പോൾ പുറത്തോട്ട് വരികയും ചെയ്യുന്നു. ഇത്രയും വർഷം വൈകിപ്പോൾ ഇതിനകത്ത് ഒരു പ്രശ്നമുണ്ട് എൻ്റെ മനസ്സിലും. കാരണം വേറൊന്നും കൊണ്ടല്ല, അതിനകത്ത് ഞാൻ സർക്കാരിനെ കുറ്റം പറയുന്നതല്ല. പക്ഷേ ഈ കമ്മിറ്റി രൂപീകരിച്ചത് തന്നെ പ്രധാനമായിട്ടും ഇതിനൊരു ശാശ്വതമായ പരിഹാരം കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആർക്കെതിരെ എന്ത് മൊഴി കൊടുത്തു എന്നതിനേക്കാൾ ഏറെ ഞാൻ കാണാൻ ശ്രമിക്കുന്നതും ആഗ്രഹിക്കുന്നതും ഇതിനകത്ത് ബഹുമാനിയായ ജസ്റ്റിസ് ഹേമ പറഞ്ഞിട്ടുള്ള, അവരടങ്ങുന്ന ഈ 3 പേരടങ്ങുന്ന കമ്മിറ്റി പറഞ്ഞിട്ടുള്ള നിർദ്ദേശങ്ങൾ അത് ഇനി എത്രയും പെട്ടെന്ന് വളരെ നല്ല രീതിയിൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്യണം, കൊണ്ടുവരണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ എങ്കിലും ഞാൻ പറയുന്നു, ഇതിനുള്ളിൽ നിൽക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ തന്നെ ഇപ്പോൾ ബൈജു കൊട്ടാരക്കരയ്ക്കൊക്കെ ഞാൻ പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാവും. ശാശ്വതമായ പരിഹാരം എത്രത്തോളം കാണാൻ പറ്റും എന്ന് കണ്ടു തന്നെ അറിയേണ്ട കാര്യമാണ്. അത് വളരെ സങ്കടകരമാണ്. പക്ഷേ ഞാനത് പറയുകയാണ്. കാരണം ശാശ്വതമായ പരിഹാരം കാണാൻ സാധിക്കില്ല എന്ന് ഞാൻ പറയുന്ന, എന്നെ കൺസേൺ ചെയ്യുന്ന പ്രധാന പ്രശ്നം ഇത് ഒരു സ്ഥിരം തൊഴിലിടമല്ല. അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു സർക്കാർ ജോലി പോലെയോ ഒരു ബാങ്കിലെ ജോലി പോലെയോ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റേഷനിൽ വരുന്ന ഏതെങ്കിലും ഒരു ജോലി പോലെയോ ഒന്നും അല്ല ഇത്. ഇന്ന് നമ്മൾ ഒരു നിർമ്മാതാവിൻ്റെ കീഴിൽ, ഒരു സംവിധായകൻ്റെ കീഴിൽ നമ്മൾ ഒരു കഥാകൃത്തിൻ്റെ കഥകൾക്ക് അനുസരിച്ച് വരുന്ന കഥാപാത്രങ്ങൾക്ക് ജീവൻ കൊടുക്കാൻ നിൽക്കുകയാണെങ്കിൽ നാളെ വേറൊരിടത്താണ്. അപ്പോൾ ഇതിനകത്ത് ഇപ്പം ഞാൻ ആണെന്നുള്ള രീതിയിൽ എൻ്റെ കാര്യം പറയാം. ഞാൻ ചെയ്യേണ്ടതാകുന്ന ഒരു വേഷം ചെയ്യാൻ ഇപ്പോഴത്തെ ഒരു നിലയിൽ 20 മേളിൽ ആൾക്കാരുണ്ട്. അപ്പോൾ ഈ 20 പേരെ മാറ്റിവെച്ചുകൊണ്ട് എന്നിലേക്ക് ആ കഥാപാത്രം എത്തണമെങ്കിൽ ഒന്നെങ്കിൽ എനിക്ക് നല്ല മാർക്കറ്റ് വാല്യൂ വേണം,
അല്ലെങ്കിൽ എൻ്റെ കഴിവ് അടുത്ത് തെളിയിച്ചുകൊണ്ട് 1-2 ഹിറ്റുകൾ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അവർക്ക് ദയ തോന്നണം. ഇത് തന്നെയാണ് എൻ്റെ സത്യം. അപ്പോൾ ഈ കാര്യങ്ങൾ നടന്നാൽ മാത്രമേ ഈ വേഷം എന്നിലേക്ക് വരുള്ളൂ. ഇതൊരു പുരുഷൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരിലേക്ക് ഈ വേഷം വരാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ചും ഈ കാസ്റ്റിംഗ് കൗച്ച് എന്നൊക്കെ പറയുന്നത് പുതുമുഖങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളാണ്. അല്ലാതെ മലയാള സിനിമയിൽ തൻ്റെ കഴിവുകൾ തെളിയിച്ച ഒരു നടിക്ക് അങ്ങനെ വരുന്നുണ്ടോ എന്നെനിക്കില്ല. എല്ലാം ഈ തുടക്കത്തിലാണ് ഇവർക്ക് ഈ പ്രശ്നങ്ങളെല്ലാം വരുന്നത്. പക്ഷേ അവിടെ ഒരു ആർജവും അവർ കാണിക്കുക തന്നെ വേണം. അവർ കാണിച്ചേ മതിയാവുള്ളൂ. കാരണം ഇതിപ്പം അവരെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി ആർക്കും എന്തും ചെയ്യാൻ സാധിക്കുക. അവരൊരു തീരുമാനം എടുക്കണം. എനിക്ക് എൻ്റെ സിനിമയിൽ എൻ്റെ കഥാപാത്രത്തിന് വേണ്ടി വൈകാരികമായി എന്ത് വേഷം ചെയ്താലും അത് കഴിഞ്ഞ് പുറത്ത് നിൽക്കുന്ന ഞാൻ എന്ന നടി എൻ്റെ ശരീരത്തിൽ സ്പർശിക്കുവാനോ എൻ്റെ അടുത്ത് മോശമായി പെരുമാറാനോ നിങ്ങൾക്ക് അവകാശമില്ല എന്ന് പറയാനുള്ളൊരു ആർജവം അവരും കാണിക്കണം. അത് പക്ഷേ ഞാൻ എല്ലാവരെയും പറയല്ല, ചുരുക്കം ചിലരുടെ കാര്യം എനിക്ക് വളരെ വ്യക്തമായിട്ടറിയാം. അവരുടെ തുടക്കകാലത്ത് അവർ എന്തിനും തയ്യാറായി മലയാള സിനിമയിൽ വന്നിട്ട് അതിനുശേഷം ഒരു നിലയിലെത്തിയതിനു ശേഷം തിരിഞ്ഞ് താങ്കൾ വളരെ പ്രതിഭാതനായ നടനാണ്, സംശയമില്ല. എൻ്റെയൊക്കെ കുട്ടിക്കാലത്തടക്കം വളരെ ശക്തമായി നിരീക്ഷിക്കുകയും നമ്മൾ കോൾമേർ കൊള്ളുകയും ചെയ്യുന്ന പല കഥാപാത്രങ്ങൾക്കും ജന്മം നൽകിയിട്ടുള്ള ആൾ തന്നെയാണ് ശ്രീ മഹേഷ്. പക്ഷേ താങ്കൾ സിനിമയുടെ പിന്നാമ്പുറങ്ങളെക്കുറിച്ച് പറയുന്ന ഈ കാര്യങ്ങൾ ഇത്ര ലളിതമാണോ എന്ന് സംശയമുണ്ട്. വഴങ്ങിക്കൊടുക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത് പൊളിറ്റിക്കലി ഇൻകറക്റ്റാണ്. എങ്ങനെയാണ് അവർക്ക് വഴങ്ങിക്കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നത്? ആരാണ് ഈ കഴുകൻ കണ്ണുകളുമായിരിക്കുന്നത്? അങ്ങനെ ചൂഷണത്തിൻ്റെ മേഖലകൾ തീർക്കുന്നത് തെറ്റല്ലേ? കലാരംഗത്ത് അങ്ങനെ ഒരു പ്രവണതയുണ്ടെങ്കിൽ താങ്കളടക്കമുള്ളവർ അതിനെതിരെ നീങ്ങണ്ടേ? അജിംഷാദെ, ഞാനടക്കം നീങ്ങണ്ടെന്ന് പറഞ്ഞാൽ ഞാനോ അമ്മ സംഘടനയിലുള്ള മെമ്പേഴ്സോ അല്ല ഇതിൻ്റെ പിന്നിൽ. പിന്നെ അമ്മ എന്തുകൊണ്ട് ആരാണെന്നുള്ളത് എല്ലാവർക്കും അറിയില്ല. ഇപ്പോൾ ഒരു സിനിമ അമ്മ അഭിപ്രായം പറയാൻ ഞാൻ പറയില്ല. അവർ റിഹേഴ്സൽ ക്യാമ്പിലാണ്. അവർ 1-2 ദിവസത്തിനുള്ളിൽ അവർ പ്രതികരിക്കും. ഈ ഷോ നടക്കാൻ പോവാണ്, ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ പുറകിലാണ് എല്ലാവരും. ഇപ്പം നോക്കൂ, WCCയെക്കാളും കൂടുതൽ മെമ്പേഴ്സ് അല്ലെങ്കിൽ 300 ചില്ലാനം അല്ലെങ്കിൽ ഏറിയ പങ്കും മെമ്പേഴ്സ് ഉള്ളത് ഈ അമ്മയിലാണ്. മനസ്സിലായില്ലേ? പക്ഷേ അവർക്ക് ഇപ്പോൾ ഒരു പ്രക്രിയയുടെ പുറകിലാണ്. അവർ അതിൻ്റെ പുറകിലായതുകൊണ്ടാണ്. ഇന്നലെ പറഞ്ഞല്ലോ അവർ ഉടൻ ഇത് പഠിച്ചിട്ട് ഇത് വായിച്ചിട്ട് 1-2 പേജല്ലല്ലോ, ഇത് വായിച്ചിട്ട് പ്രതികരിക്കാൻ തന്നെയാണ് പറഞ്ഞത്. ഞാൻ മുമ്പ് പറഞ്ഞു വന്ന ചില കാര്യങ്ങൾ വായിക്കണം എന്നൊക്കെ പറയുന്നത് ശ്രീ മഹേഷ് നെഞ്ചത്ത് കൈവച്ച് പറഞ്ഞാൽ അല്ലല്ല ഇത്ര 300 ചില്ലാനം പേരെ വെച്ചിട്ട് ഒരു ഷോ നടത്തുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമാണ്. കൈരളിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമല്ലേ? കൈരളിയിൽ തന്നെ ഷോസ് നടത്താറില്ലേ? വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണോ ഇത്? ഞാൻ ചോദിച്ചോട്ടെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ, ഈ സർക്കാരിൻ്റെ ഇപ്പം ഞാൻ സർക്കാരിനെതിരെ ഒരിക്കലും പറയില്ല. പക്ഷേ ഈ 2020 ശേഷമാണ് ഇതിൻ്റെ ഐഡൻറ്റിറ്റിയുടെ ഇതുണ്ടാവരുതെന്നൊക്കെ പുറത്തോട്ട് വരരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹേമ മാഡം തന്നെ പറഞ്ഞത്. പക്ഷേ 2019 നമ്മുടെ സഖാവ് ബാലൻ സാറിൻ്റെ കയ്യിലൊക്കെ ഇത് ഉണ്ടായിരുന്നപ്പം ഞാൻ പറഞ്ഞത് നിർദ്ദേശങ്ങൾ എങ്കിലും പാലിച്ചു. അവർ സർക്കാരിന് ഉപയോഗിച്ചായാലും എന്താണ് അടൂർ ഗോപാലകൃഷ്ണൻ ഉപയോഗിച്ചാലും അതിന്റെ ഘട്ടം ഘട്ടമായി അതിന്റെ നിഗമനങ്ങളും നിർദ്ദേശങ്ങളും നടപ്പാക്കുന്ന പ്രക്രിയ തുടരുന്നു എന്നാണ് സർക്കാർ ഇന്നും വിശദീകരിച്ചത്. അത് മാത്രമല്ല, ഇപ്പോൾ ഈ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യത്തിൽ ഒരു സിനിമ നയം ഞാനൊന്ന് പറഞ്ഞോട്ടെ, എന്ത് നയം രൂപീകരിച്ചാലും ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പാട് തന്നെയാണെന്നാണ് ഞാൻ പറയുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. ഞാൻ പറയുന്ന ഈ കറുത്ത സത്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷേ ഞാൻ വരാൻ പോകുന്ന കാര്യം പറയാണ്. അതിപ്പോൾ ബൈജുവിന് മനസ്സിലാവും ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്. എത്ര ആര് ശ്രമിച്ചാലും ഉണ്ടല്ലോ, ഇത് വളരെ പാടാണ് ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ. ഇത് ആദ്യം നിയന്ത്രിക്കേണ്ടത് ഇതിനകത്ത് അഭിനയിക്കാൻ വരുന്ന നടികൾ തന്നെയാണ്. ഇങ്ങനെയൊക്കെ തുറന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനു മുമ്പ് സജീവമായിട്ട് മലയാള സിനിമയിൽ തൻ്റെ സ്ഥാനമാനങ്ങൾ കഴിവുകൾ തെളിയിച്ചിട്ടുള്ള പണ്ട് മുതലുള്ള നടിമാരെയും കൂടെ നമ്മൾ അവഹേളിക്കാൻ അങ്ങനെ ചെയ്യരുത്. ഈ പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടാകുന്ന കാര്യങ്ങളല്ല എന്ന് പറഞ്ഞിട്ട് ഉണ്ടായിട്ടില്ലെന്നല്ല, ഉണ്ടായിട്ടുണ്ട്. അതിന് പരിഹാരം കാണുകയും വേണം. എങ്ങനെ പരിഹാരം കാണണം, ശാശ്വതമായ പരിഹാരം എങ്ങനെ കാണാം എന്നുള്ളത് അത്ര ഈസി അല്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അത്ര ഈസി അല്ല.
അപ്പം അത് അല്ല ഈസി അല്ല, തീർച്ചയായും ഈസി അല്ലാത്ത കാര്യങ്ങൾക്കറിയാം. ഇതിനേക്കാൾ കോംപ്ലിക്കേറ്റഡ് ആയ സാമൂഹിക പ്രശ്നങ്ങൾ നവോത്ഥാന കേരളത്തിൽ പരിഹരിക്കപ്പെട്ടിട്ടില്ലേ? അപ്പോൾ അത് പരിഹരിച്ചിട്ടില്ലേ? ആ ശ്രമം കേരളത്തിന്റെ ജനിതക ഘടനയിലുണ്ടല്ലോ. അതുകൊണ്ട് സിനിമാക്കാർ എത്ര ഉന്നതരായാലും അതിൽ ഇടപെടും. ഈ മലയാള സിനിമയുടെ പ്രശ്നം അല്ല, അതൊക്കെ ആയിക്കോട്ടെ, അതൊക്കെ ഇടപെട്ടുള്ളൂ. പക്ഷേ മലയാള സിനിമയിൽ ഒരു ബാങ്കിലെ ജോലി പോലെയോ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ജോലി പോലെ സ്ഥിരം ജോലിയോ ശമ്പളമോ കിട്ടുന്ന ഒരു ഇടമല്ല. ഇവിടെ നമ്മളൊരു പ്രശ്നക്കാരാണ് എന്ന് മനസ്സിലാക്കിയാൽ തിരിഞ്ഞു പോലും നോക്കൂല. ഞാൻ തന്നെ ഒരു നടന് വേണ്ടി സംസാരിക്കാൻ പോയതിനു ശേഷം ഞാൻ വീട്ടിലിരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ അതാണ് മേഖല. നമ്മൾ പലരെയും സന്തോഷിപ്പിച്ചുകൊണ്ടൊക്കെ നിന്നാൽ മാത്രമേ, സന്തോഷം എന്ന് പറയുമ്പോൾ നിങ്ങൾ മറ്റർത്ഥം എടുക്കണ്ട. നമ്മൾ പ്രശ്നരഹിതമായിട്ട് ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പം തിലകൻ ചേട്ടൻ്റെ മകൾ ഈ കൂട്ടത്തിലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തിലകേട്ടന് കഴിവില്ലാത്ത നടനാണ്. തിലകേട്ടനെ പോലെ കഴിവുള്ളൊരു നടനെ മലയാള സിനിമയിൽ അങ്ങനെ കാണാൻ സാധിക്കുമോ? അദ്ദേഹത്തിനെ വീട്ടിലിരുത്തിയില്ലേ? എന്തുകൊണ്ടാണ്? അദ്ദേഹം പ്രകടിപ്പിക്കുന്ന ചില അഭിപ്രായങ്ങൾ തൊട്ടുകൂടാതെ വിഴുങ്ങാൻ സാധ്യമല്ലാത്തതുകൊണ്ട് പലരും അദ്ദേഹത്തിനോട് അകൽച്ച പാലിച്ചു. ശരിയല്ലേ? അതല്ലേ സംഭവിച്ചത്? അതുകൊണ്ട് ആർക്ക് എന്ത് നഷ്ടമുണ്ടായത്? മലയാള സിനിമയ്ക്കാണ് നഷ്ടമുണ്ടായത്. ശ്രേഷ്ഠമായ അദ്ദേഹം ചെയ്യേണ്ടുന്ന പല കഥാപാത്രങ്ങൾക്കും വേറെ പലർക്കും ജീവൻ നൽകി അത്രയും നല്ല ഒരു കലാകാരനെ മാറ്റി നിർത്തിക്കൊണ്ട് മലയാള സിനിമയ്ക്ക് തന്നെയാണ് നഷ്ടമുണ്ടായത്. അപ്പോൾ ഇത് ആർക്ക് സംഭവിക്കാം? ഞാൻ പറയുന്നത് സ്ഥിരമല്ലാത്തൊരു ജോലി ആയതുകൊണ്ടും പലരും തീരുമാനിക്കുന്ന ഒരു ഒറ്റ ഇപ്പം നിർത്തിയേക്കാം. പലരും തീരുമാനിച്ചുകൊണ്ടാണ് ഒരാളുടെ കഥാപാത്രം ഒരാളിലേക്ക് വരുന്നത്. അത് ഈ പറഞ്ഞ പോലത്തെ പ്രശ്നം സങ്കീർണമാക്കിയാൽ അവരിലോട്ട് ആ വേഷം വരില്ല. അതാണ് അവരും ഭയപ്പെടുന്നത്. തീർച്ചയായും. ശ്രീ ബൈജു കൊട്ടാരക്കര, അത്രയേറെ കോംപ്ലിക്കേറ്റഡ് ആണ് ഈ ശ്രമങ്ങൾ. കൊള്ളാം, സർക്കാർ നടത്തുന്ന ഈ ശ്രമങ്ങൾ കൊള്ളാം. പക്ഷേ സിനിമയെ സംബന്ധിച്ച് അത് നടപ്പാക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അത് മാത്രമല്ല, ഈ ശ്രീ മഹേഷ് സൂചിപ്പിച്ചതിലെ ഇൻഡയറക്റ്റായുള്ള കാര്യങ്ങൾ ഞാൻ കാണുന്നത് ഇങ്ങനെയാണ്. അതായത് ഒരു സ്ത്രീ പ്രശ്നമായിട്ടല്ല, പൊതുവിൽ അങ്ങനെയുണ്ട്. പുരുഷനായ മഹേഷ്, ഇത്രയേറെ കഴിവും പ്രാഗൽഭ്യവും ഒക്കെയുള്ള മഹേഷിന് പോലും പല ഘട്ടങ്ങളിൽ മാറി നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഘടകങ്ങളായി എത്തുന്നതാണ്. പക്ഷേ അങ്ങനെയുള്ള അനാരോഗ്യ പ്രവണതകൾ സിനിമയിലുണ്ട്. പക്ഷേ അത് പരിഹരിക്കാനാകില്ല, അത്രയേറെ കോംപ്ലിക്കേറ്റഡ് ആണെന്നാണ് അദ്ദേഹം നിരീക്ഷിക്കുന്നത്. ശ്രീ ബൈജു കൊട്ടാരക്കര. അഹിംഷാദെ, സിനിമാ മേഖല എന്ന് പറയുന്ന ആരുടെയും കുത്തകയല്ല, ഒരു സംഘടനയുടെയും കുത്തകയല്ല, ഒരു താരങ്ങളുടെയോ അല്ലെന്നുണ്ടെങ്കിൽ അവിടുത്തെ നിർമ്മാതാക്കളുടെയോ ആരുടെയും കുത്തകയല്ല. ഈ മേഖല ഒരു വ്യവസായ മേഖലയാണ്. ഈ വ്യവസായ മേഖലയിൽ തൊഴിലെടുക്കുമ്പോൾ അല്ലെങ്കിൽ അവിടെ തൊഴിലെടുക്കാൻ വരുന്ന ആ സ്ത്രീകൾക്കുണ്ടായ അനുഭവങ്ങളാണ് അവർ തുറന്നു പറഞ്ഞത്. മഹേഷ് പറഞ്ഞു അങ്ങനെ ചില അനുഭവങ്ങളൊക്കെ ലൊക്കേഷൻ ഉണ്ടാകാറുണ്ടെന്ന് പറയുന്നു. ഉണ്ടായേക്കാം. പക്ഷേ ഇപ്പോ ഈ കുറെ നാളുകളായിട്ട് ഇതൊരു മുതലെടുപ്പ് മാതിരി മാറിയിരിക്കുന്നു. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? 15 പേരടങ്ങുന്ന ഒരു മാഫിയ സംഘമാണ്, അത് ക്രിമിനൽ സംഘം. ഈ ക്രിമിനൽ സംഘമാണ് മലയാള സിനിമ ഭരിക്കുന്നത്. അവരെ കവച്ചു വെച്ച് ഒരു മിനിറ്റ് പോലും മുമ്പോട്ട് പോകാൻ ആർക്കും പാടില്ല. ഇവിടെ എന്തെല്ലാം കേസുകൾ വന്നു? ഏതെങ്കിലും ഒരു കേസ് തെളിഞ്ഞോ? ആ കേസുകളിനകത്ത് ഒരു സംവിധായകനെതിരെ വളരെയധികം തെളിവുകൾ ഉൾപ്പെടെ കൊടുത്തിട്ട് ഒരു സ്ത്രീ ആ സിനിമയ്ക്ക് മുമ്പ് വന്ന ആള് ഇപ്പൊ സർക്കാരിന്റെ ഒരു കോർപ്പറേഷൻ തലപ്പത്തിരിപ്പുണ്ട്. അതുപോലെ അക്കാദമിയുടെ തലപ്പത്തിരിക്കുന്ന രഞ്ജിത്ത്, ഇവർക്കൊക്കെ എതിരെ എന്തെല്ലാം പരാതികൾ ഇടയ്ക്ക് എന്തെല്ലാം വന്നിട്ടുണ്ട്? ഏതിലെങ്കിലും ഒരു തീരുമാനമായോ? ഒന്നിലും ഒരു തീരുമാനമായിട്ടില്ല. അതാണ് സിനിമ. അത് സിനിമയിലേക്ക് ഒരാൾ വരുമ്പോ ഈ 1-2 സിനിമ അഭിനയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഒരു പണിക്ക് പോകാൻ പറ്റില്ല എന്നുള്ളതാണ് വേറൊരു വസ്തുത. അവര് സിനിമയുമായി തന്നെ ഇടപഴകി പോകണം. കാരണം സിനിമ നടിയെന്നോ സിനിമ നടനെന്നോ ഉള്ള ലേബൽ കിട്ടിക്കഴിഞ്ഞാൽ മഹേഷ് അറിയാം. മഹേഷ് മറ്റൊരു പണിക്ക് മഹേഷ് ഇപ്പൊ പോകാൻ പറ്റുമോ? മഹേഷ് പോയാൽ അത് ജനം മൊത്തം മഹേഷ് ചോദിക്കില്ലേ, എന്താ ഇപ്പൊ പടമൊന്നും ഇല്ലേ? ഇതൊക്കെയാണ് അവസ്ഥ. ഇങ്ങനെ വരുമ്പോൾ അവർ ആ ഇൻഡസ്ട്രിയിൽ തന്നെ നിൽക്കാൻ നിർബന്ധിതരാകും. ഈ നിർബന്ധിതരാകുമ്പോൾ അവരെ ചൂഷണം ചെയ്യുന്നു എന്നുള്ളത് 100% സത്യമാണ്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ഏതാണ്ട് 99% കാര്യങ്ങളും സത്യസന്ധമായ കാര്യങ്ങളല്ല എന്ന് പറയാൻ ആരെക്കൊണ്ടും കഴിയില്ല. പോക്സോ കേസ് അടക്കമുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ ഈ മുറിയിലൊക്കെ പോയി തട്ടി വിളിച്ചു, ആ തട്ടുന്നതൊക്കെ സ്വാഭാവികമായിരിക്കാം, ചിലപ്പോ തട്ടും. അങ്ങനെ തട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കെതിരെ നടപടി എടുക്കണമെന്നേ. എന്താ നടപടിക്ക് എത്ര ബുദ്ധിമുട്ട്? മഹേഷ് പറയുന്നത് ഇതുവരെയുള്ളതൊക്കെ പോട്ടെ, ഇനിയുള്ളത് സർക്കാർ ചെയ്യുമെന്നാണ് പറയുന്നത്. സർക്കാർ എന്ത് പുണ്ണാക്ക ചെയ്യുമെന്നാണ് ഈ പറയുന്നത്? കഴിഞ്ഞ 4.5 വർഷമായിട്ട് പെട്ടിയിൽ അടയിരിക്കുക. ബൈജു, ഞാൻ അങ്ങനെ പറഞ്ഞില്ല. ഏതാ? അല്ല, ഈ കഴിഞ്ഞ 4.5 വർഷമായിട്ട് അതൊരു തെറ്റിദ്ധാരണയാണ് ശ്രീ ബൈജു കൊട്ടാരക്കര.
സ്വാഭാവികമായും നമ്മളെല്ലാം ശ്രീ ബൈജു കൊട്ടാരക്കര നമ്മളെല്ലാം അങ്ങനെ വിചാരിക്കും. സ്വാഭാവികമായും എന്തുകൊണ്ട് ഇതുവരെയുള്ള കാര്യങ്ങൾ അങ്ങനെ വരാതെ നോക്കാം എന്നാണ് സർക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് വരെ കേരളത്തിൽ നടന്നുള്ള കൊലപാതകങ്ങളും ബലാത്സംഗ കേസുകളും എല്ലാം നിർത്തിക്കളയാം, നാളെ മുതൽ ഇനി എല്ലാവരും ശുദ്ധന്മാരായിട്ട് നടക്കണം എന്ന് കേരള പോലീസ് പറഞ്ഞാൽ എങ്ങനെയിരിക്കും? അതുപോലെ ഒരു അവസ്ഥയാണ് ഇതിനകത്തും. ഈ സിനിമയിൽ ഇത്രത്തോളം കുഴപ്പങ്ങൾ കാണിച്ച ആളുകളെ തുറന്നു കാണിക്കാതെ, അല്ലെങ്കിൽ അവരുടെ ഐഡന്റിറ്റി കൊടുക്കാതെ, ആ ഐഡന്റിറ്റി എന്ന് പറഞ്ഞ ഇരകളുടെ അല്ല ഞാൻ പറയുന്നത്, ഇത് ചെയ്ത ആളുകളുടെ, ഇതിൽ പ്രതികളായിട്ട് വരുന്ന ആളുകളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയില്ലെങ്കിൽ നാളെയും ഇത് സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പൊ കുറച്ച് ദിവസമായിട്ടല്ലേ, ഇന്നലെ ഈ റിപ്പോർട്ട് പുറത്തു വന്നത് മുതൽ ഒരു ഗ്രൂപ്പ് അറ്റാക്ക് നടക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. എന്താണെന്നറിയാമോ? ഈ ചെയ്ത അണ്ണന്മാരെ മുഴുവൻ വെളുപ്പിക്കാൻ ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെ സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയാൽ നമുക്കറിയാം ഈ ചെയ്ത ആളുകളെയും. അതിനകത്ത് ഞാൻ മഹേഷ് അറിയുന്ന ഒരു കാര്യം മഹേഷോട് ഞാൻ പറഞ്ഞുതരാം. മഹേഷേ, ഈ റിപ്പോർട്ട് വായിക്കുമ്പോൾ ഇതിൽ പല സംഭവങ്ങളും അറിയുമ്പോൾ അതിൽ ആരൊക്കെയാണ് എന്നുള്ളത് വ്യക്തമായി മഹേഷ് അറിയാമല്ലോ. ഇല്ല എന്ന് മഹേഷ് പറയുമോ? 17 ടേക്ക് എടുത്ത ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ മഹേഷ് അറിയില്ലേ അത് ഏതാ ലൊക്കേഷൻ എന്ന്? ആരാണ് ആർട്ടിസ്റ്റ് എന്ന് മഹേഷ് അറിയില്ലേ? ആരാ നിർമ്മാതാവെന്ന് അറിയില്ലേ? അതിലെ നായകൻ ആരാ, നായിക ആരാന്ന് മഹേഷ് അറിയില്ലേ? അതേപോലെ ഹോട്ടലിന്റെ കോറിഡോറിൽ കൂടെ തുണിയില്ലാതെ ഓടിയ കാര്യം പറയുന്നുണ്ട്. അത് അറിയുമ്പോ ലൊക്കേഷൻ ആരും അറിയാതിരിക്കണം മഹേഷ്? ഇതെല്ലാം എല്ലാവർക്കും അറിയാം. ഈ കാര്യങ്ങൾ സിനിമയിലുള്ള മിക്കവാറും ആളുകൾക്കറിയാം. അപ്പോ ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഗൂഢസംഘം, ഒരു മാഫിയ സംഘം, ഈ സംഘമാണ് ഇത് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ 4.5 വർഷമായിട്ട് ഈ റിപ്പോർട്ട് അനക്കാതെ വെച്ചിരുന്നു. ആയിഷാദെ, ഒരു കാര്യം ഞാൻ പറയാം, ഈ റിപ്പോർട്ട് 2-3 മാസം മുമ്പ് തന്നെ പുറത്തായി. ഇത് പുറത്തായത് വേറെ എങ്ങൊന്നുമല്ല, സാംസ്കാരിക വകുപ്പിൽ നിന്ന് ഇത് പല ആളുകളും, അതായത് ഇതിനകത്ത് പേരുണ്ട് എന്ന് കരുതുന്ന ചില ആളുകളുമൊക്കെ ചില സ്വാധീനം ഉപയോഗിച്ച് ഇത് എടുത്തിട്ടുണ്ടാകാം. അതുകൊണ്ടാണ് അന്ന് മുതലുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നത്. എനിക്ക് വളരെ വ്യക്തമായി ഒരാൾ നമുക്ക് അത്തരത്തിലുള്ള നിഗമനങ്ങളിലേക്ക്, നമ്മുടെ ഊഹങ്ങളിലേക്ക് പോകേണ്ട ഘട്ടമല്ല. 1. 2, ഇതേ സംബന്ധിച്ച് നേരത്തെ ബൈജു കൊട്ടാരക്കര സൂചിപ്പിച്ചതുപോലെ ശരിയാണ്, സ്വാഭാവികമായും ഇത്രയും വർഷം സർക്കാർ ഇതിൻ്റെ പുറത്ത് അടയിരുന്നു എന്ന് തോന്നിയേക്കാം. പക്ഷേ അങ്ങനെയല്ല അതിൻ്റെ വസ്തുത. ഇന്നലെയും ഒക്കെ മന്ത്രിമാരടക്കം, ഇന്നും അടക്കമുള്ളവർ അത് വിശദീകരിക്കുകയും ചെയ്യുന്നു. കാരണം ഇപ്പോൾ സോണിയ തിലകൻ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് ഞാൻ തിരിച്ചെത്താം. സോണിയ തിലകൻ നമ്മുടെ അതിഥിയായി എത്തേണ്ടിയിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ നോക്കൂ, അനുഭവങ്ങളാണ് ഞാനിവിടെ വെളിപ്പെടുത്തിയത്. അപ്പോൾ അതിൽ പേരുകൾ പറയാത്തതിൽ ചില കാരണങ്ങളുണ്ട്. ഇപ്പോൾ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പോലും പേരുകൾ പറയാതെ ചില പേജുകൾ മാറ്റി വെച്ചിരിക്കുകയാണ്. അച്ഛനെതിരെ ഉള്ളതല്ലേ? അച്ഛൻ സിനിമ ഈ സംഘടനയിൽ നടന്ന പുഴുക്കുത്തുകളെ പുറത്ത് പറഞ്ഞതിന്, അതായത് സംഘടന വിഷയം ഓപ്പണായിട്ട് പുറത്ത് പറഞ്ഞത്, സംഘടനയിൽ മാഫിയയാണ്, ഗുണ്ടായിസമുണ്ട്, ഇത് അംഗങ്ങളുടെ വെൽഫെയറിന് വേണ്ടിയുള്ള ഒരു സംഘടനയല്ല, അമ്മ എന്ന് പറയുന്ന സംഘടന ഒരു കോടാലിയാണ് എന്നൊക്കെ മാധ്യമങ്ങളോട് ആ കാലഘട്ടത്തിൽ, അത് 2010 കാലഘട്ടമാണെന്നാണ് എൻ്റെ ഓർമ്മ, ആ സമയത്ത് ഓപ്പണായിട്ട് പറഞ്ഞതിന് സംഘടനാ വിഷയം പുറത്തു പറഞ്ഞു എന്ന പേരിലാണ് അച്ഛന് എതിരെ ആ ഒരു നടപടി ഉണ്ടായത്. അതിലും വലിയ വിഷയങ്ങൾ ചെയ്ത ആൾക്കാരെ ഇതിനകത്ത് തന്നെ പിന്നീട് നിലനിർത്തുന്ന കാഴ്ചകൾ നമ്മൾ പിന്നീട് കണ്ടു. ഇപ്പോൾ ഈ വിഷയത്തിൽ പോലും ഇത്രയും ഒരു വലിയ പ്രശ്നങ്ങൾ ഇതിലുണ്ടായതായിട്ടൊരു റിപ്പോർട്ട് വന്നിട്ട് പോലും അവർ വ്യക്തമായ രീതിയിൽ അമ്മയുടെ ജനറൽ സെക്രട്ടറി പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അതെന്തുകൊണ്ടാണ്? അപ്പോൾ ആ അച്ഛനെ പുറത്താക്കാൻ കാണിച്ച ആർജവം എന്തുകൊണ്ടാണ് ഇവർ ഈ വിഷയങ്ങളിൽ, അത് കഴിഞ്ഞ് ഇങ്ങോട്ടുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, ആ വിഷയങ്ങളിൽ അവരെന്തുകൊണ്ട് എടുക്കുന്നില്ല? ഇത് ഒരിക്കൽ ചോദ്യം ചെയ്തതാണ് ഈ ഇരട്ടത്താപ്പ് നയം. ഈ പേരുകൾ പുറത്തു വരാതെ ഇതൊരു ആരോപണങ്ങൾ മാത്രമായി ഒതുങ്ങിയാൽ ഇത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നേരത്തെ ഉണ്ടായ പോലെ ഒതുങ്ങി പോകത്തില്ലേ? പേരുകൾ പുറത്ത് പറയില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അത് ഒരു അവസരം, അതിനൊരു സിറ്റുവേഷൻ വെയിറ്റ് ചെയ്യാം നമുക്ക്. അതായത് അച്ഛനെതിരെ ഈ സംഘടനയിൽ വലിയ നീക്കം ആദ്യം മുതലേ ഉണ്ടായി എന്നാണ് വിശ്വസിക്കുന്നത്. അതെ, ആ ആളുകൾ തന്നെയാണ് ഇപ്പോഴും ഈ സംഘടനയെ ഭരിക്കുന്നത്. ഈ റിപ്പോർട്ട് പുറത്തു വരുന്ന സമയമായപ്പോൾ കുറച്ച് പേരൊക്കെ മാറിയിട്ടുണ്ട്. ഇനി അതുകൊണ്ടാണോ മാറിയത്, അതോ അവർ ടയേർഡ് ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. അച്ഛന് മോശം അനുഭവം ഈ സിനിമയൊന്നും ഉണ്ടായിട്ടില്ല. നേരത്തെ ഉണ്ട്, അതായത് 2010 മുൻപേ തന്നെ ഉണ്ട്. അച്ഛന് തുടർച്ചയായിട്ട് അവാർഡ് കിട്ടിയപ്പോൾ, അവാർഡുകൾ ഒരു 80 to 90s ഇടയ്ക്ക് കുറേ സപ്പോർട്ടിങ് ആക്ടർ, ബെസ്റ്റ് ആക്ടർ ഒക്കെ കിട്ടിയപ്പോൾ ആ അവാർഡ് കുത്തക നമുക്ക് പൊളിക്കണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം ഒരു 3-4 പേര് ചേർന്ന് കൂടിയ ഒരു സംഘടനയാണ് ഈ അമ്മ സംഘടനയായിട്ട് പിന്നീട് പന്തലിച്ചത്. അച്ഛനെ ഒരു കാര്യം, വൺ ഓഫ് ദ റീസൺ. അല്ലാതെ ഇവരുടെ മെയിൻ അജണ്ട ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതായത് എല്ലാവരെയും ജസ്റ്റ് ടു കീപ് ദം ഇൻ ലൈൻ, ഒരു നിലയ്ക്ക് നിർത്തുക, അവരുടെ കൺട്രോളിൽ നിർത്തുക, അത് തന്നെയാണ് ഇതിന്റെ മെയിൻ അജണ്ട. ജാതിയുടെ പേരിലും നിലക്ക് നിർത്താൻ ശ്രമിക്കുന്നത് ആരൊക്കെയാണ്? അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഓൾറെഡി പറഞ്ഞ വസ്തുതയല്ലേ, 15 അംഗ പവർ കമ്മിറ്റി.
വിത്ത് ഹിഡൻ അജണ്ട. ആ പേരുകൾ ഇപ്പോൾ പറയുന്നത് ഉചിതമായിരിക്കില്ല. അവർ ആ റിപ്പോർട്ട് പുറത്തു വിടട്ടെ. ആ റിപ്പോർട്ട് പുറത്തു വിടാതിരിക്കാൻ പറ്റില്ലല്ലോ എന്തായാലും. താങ്കൾക്ക് ഇങ്ങനെ ഒരു ദുരനുഭവം നേരിട്ടിട്ടുണ്ട് എന്ന് ആണ് താങ്കൾ പറഞ്ഞത്. ദുരനുഭവം മീൻസ് ഇപ്പം സിനിമയ്ക്ക് അകത്തുള്ള വ്യക്തികൾ എത്രത്തോളം അനുഭവിക്കുന്നു, സിനിമയുടെ അകത്ത് അല്ലാത്ത ഒരു വ്യക്തിയായ എനിക്ക് വന്ന ആ ഒരു മെസ്സേജുകളും റൂമിലേക്ക് ചെല്ലാനുള്ള വിളികളും എനിക്ക് വന്നെങ്കിൽ ഇതിനകത്തുള്ള പുതുമുഖങ്ങളായാലും അതല്ല വലിയ വലിയ നടികളായാലും അവരും ഇതൊക്കെ അനുഭവിക്കുന്നുണ്ടാവും. അതൊക്കെ ആ റിപ്പോർട്ടിലുണ്ട്. അപ്പോൾ അവർക്ക് ഉണ്ടായ അതേ വിഷയം തന്നെ പുറത്തുള്ള ഒരു വ്യക്തിക്കും ഉണ്ടായി എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത്. അതായത് റൂമിലേക്ക് വിളിച്ചു എന്ന് പറയുന്നത് സിനിമാ മേഖലയിലുള്ള താരമാണ് വിളിച്ചത്. തീർച്ചയായിട്ടും. എന്ത് പറഞ്ഞാ വിളിച്ചത്? അച്ഛനെ പുറത്താക്കിയതിൽ അച്ഛനോട് എനിക്ക് മാപ്പ് പറയണം, എനിക്ക് മോളോട് സംസാരിക്കണം. മോളെന്നാണ് എന്നെ വിളിച്ചത്. കാരണം ഞാൻ ചെറുപ്പം മുതലേ കണ്ടിട്ടുള്ളവരാണ് അവരൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത് നമുക്കത് ഫോണിലൂടെ പറഞ്ഞാൽ പോരെ, അതിനെ നേരിട്ട് കാണണ്ടല്ലോ എന്ന് പറഞ്ഞു. അതെ. ഇദ്ദേഹത്തിന്റെ ഉദ്ദേശം മോശമായിരുന്നു എന്ന് പിന്നീട് ബോധ്യപ്പെട്ടു അല്ലേ? പിന്നീട് വന്ന മെസ്സേജുകളിൽ നിന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്ത് വരുന്നതുവരെ ഈ വിവാദങ്ങൾ പുറത്ത് പറയാതിരുന്നതിന്റെ കാരണം എന്താണ്? അത് ഞാനല്ല, എൻ്റെ അച്ഛൻ പറഞ്ഞിട്ട് മുഖവിലക്കെടുക്കാത്ത കാര്യം ഞാൻ വന്ന് പറഞ്ഞാൽ അത് ആരാണ് മുഖവിലക്കെടുക്കുന്നത്? ഇപ്പം ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സ്ഥിരീകരിച്ചു. തെളിവില്ലാതെ എന്തായാലും അതിൽ എഴുതില്ലല്ലോ. അപ്പോഴും മാത്രമാണ് എനിക്കത് പറയാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളത്. അത് ഇപ്പം മാഡം നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു ദുരനുഭവം പറയുന്നുണ്ട്. ഈ കാര്യം എന്തുകൊണ്ടാണ് പോലീസിലോ മറ്റ് സംവിധാനങ്ങളിലോ പരാതിപ്പെടാതിരുന്നത്? ഒരു നടൻ ഇങ്ങനെ മോശമായി പെരുമാറിയിട്ട് എന്തുകൊണ്ടാണ് ഈ ഇതിൽ ഇരയായ പെൺകുട്ടികളുടെ മൊഴി ജസ്റ്റിസ് തന്നെ ടൈപ്പ് ചെയ്യേണ്ടി വന്നത്? ഒരു സ്റ്റെനോഗ്രാഫറിന് പോലും ടൈപ്പ് ചെയ്യാൻ കൊടുക്കാത്ത അത്രയും കോൺഫിഡൻഷ്യലായിട്ട് എന്തുകൊണ്ട് വയ്ക്കുന്നു? ഇവർക്ക് അതിൻ്റെ മുകളിലുള്ള ആധിപത്യം എല്ലാ മേഖലയിലും ഇവർ വിചാരിച്ചാൽ എല്ലാവരെയും ഒതുക്കാമെന്നുള്ള ആധിപത്യം. അത് ഭയന്നിട്ട് തന്നെയാണ് നിങ്ങൾ പരാതി പറയാതിരുന്നത്? ഞങ്ങളുടെ വിഷയത്തിൽ അച്ഛൻ അതിനുള്ള ഒരു സജ്ജീകരണത്തിലായിരുന്നു. പരാതികളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അച്ഛൻ ഇരിക്കുകയാണ് ഈ മോശ അനുഭവം ഉണ്ടായത്? അല്ലല്ല, അത് അച്ഛൻ മരിച്ചതിന് ശേഷം. ആ മോശ അനുഭവത്തിൽ പോലീസിനെ സമീപിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല ഒരിക്കലും? ഇല്ല, അത് അവിടെ വെച്ച് തീർത്തു. പിന്നെ ഞാൻ ഇതിനാണ് സമീപിക്കുന്നത്. ആര് തീർത്തു? ഞാൻ. ഈ വിളിച്ചാളെ മുൻപിൽ വെച്ച് തീർത്തു എന്നാണ്? അത് അതോടുകൂടി ആ ചാപ്റ്റർ ക്ലോസ്ഡ്. അങ്ങനെ ഒരു മെസ്സേജ് വരുമ്പോൾ എനിക്കറിയാലോ പുള്ളിയുടെ ഇൻറ്റൻഷൻ എന്താണെന്ന്. പിന്നെ എനിക്ക് പുള്ളിയുടെ സിനിമയിലൊന്നും അഭിനയിക്കണ്ട, അതുകൊണ്ട് എനിക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ അതൊരു സംവിധായകനാണല്ലേ? ഓക്കെ. അപ്പോൾ ഇത്തരത്തിൽ ഇനി ഇപ്പോൾ ഒരുപാട് പേരുകൾ, ഒരുപാട് ദുരനുഭവങ്ങൾ നേരിട്ട ആളുകൾ ഈ സിനിമയിലുണ്ട്. അത്തരം ആളുകളോട് എന്താ പറയാനുള്ളത്? അവർ ധൈര്യമായി പരാതിപ്പെടണം എന്നാണ്. എന്താണ് മാഡത്തിന് ഇപ്പം എനിക്ക് പറയാനുള്ളത്, ആ റിപ്പോർട്ട് പുറത്തു വന്ന സ്ഥിതിക്ക് ആ ബാക്കിയുള്ള പേജുകളും കൂടി പുറത്തു വരിക. അതിനുശേഷം ഇത് ഒരു നിയമം പാസ്സാക്കിയ ശേഷം ഒരു കോൺക്ലേവ് രൂപീകരിച്ച് ഇങ്ങനെ സെറ്റിൽമെൻറ്റ് ചെയ്യാതെ ഒരു നിയമം പാസ്സാക്കി സർക്കാർ അതിന് വേണ്ട നടപടി എടുക്കണം. മുന്നോട്ട് പോകണം. അതെ, തീർച്ചയായിട്ടും. ഇതിൽ ഇരയാക്കപ്പെട്ടവർക്ക് നീതി കിട്ടണം. പിന്നെ ഇനി ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകാത്ത രീതിയിൽ ഒരു നിയമം പാസ്സാക്കണം. ഈക്വാളിറ്റി എല്ലാവർക്കും തുല്യമാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് മുമ്പിൽ. അപ്പോൾ അത് നടപ്പാക്കുക. കോൺക്ലേവിലൂടെ ഞാൻ പറയില്ല, ഒരു അമിക്കബിൾ സെറ്റിൽമെൻറ്റിനാണ് നടക്കുന്നതെങ്കിൽ അത് പ്രാവർത്തികമല്ല. വീണ്ടും ഇവരൊക്കെ തന്നെയാണ് അവിടെ വരാൻ പോകുന്നത്. വീണ്ടും ഇതേ അവസ്ഥകൾ തന്നെയാണ് ഇവർ നേരിടാനും പോകുന്നത്. അപ്പോൾ ശക്തമായൊരു നിയമം ഉണ്ടാക്കുക. അതാണ് എനിക്ക്. അത് ഞാൻ പിന്നീട് ആലോചിക്കാം. വന്നിട്ടുള്ള ആരോപണങ്ങൾ ഒട്ടേറെ ഭയങ്കര ഞെട്ടിക്കുന്ന ഇൻഫർമേഷൻസ് ആണ് ഈ റിപ്പോർട്ടിലുള്ളത്. അതിലൊരു ലീഗലായിട്ടുള്ള ഒരു പോലീസ് അന്വേഷണം അല്ലെങ്കിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന് അന്വേഷണം വേണം എന്ന ഒരു അഭിപ്രായമുണ്ട്. പോലീസ് അന്വേഷണം ആയിരുന്നെങ്കിൽ ഇവർക്ക് നേരത്തെ പരാതി കൊടുക്കാമല്ലോ പോലീസിന്. അപ്പം അതൊക്കെ മേലെയാണ് പവർ. അപ്പോൾ ഒരിക്കലും പോലീസ് കംപ്ലൈൻറ്റ് കൊണ്ടൊന്നും ഇതിന് ഒരു എന്താ പറയുക, ഒരു നല്ല നടപടി ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഓക്കെ, താങ്ക് യു സോ മച്ച്. തീർച്ചയായും സോണിയ തിലകനാണ് ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചത്. അവരുടെ അനുഭവം കൂടി അവർ പങ്കുവെക്കുന്നു. കാരണം ഇത്തരത്തിൽ സിനിമയ്ക്ക് പുറത്തുണ്ടായിട്ടും ചില മോശം സമീപനങ്ങൾ സിനിമയിലെ പ്രമുഖരിൽ നിന്നുണ്ടായി. അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ശരിവെക്കുന്ന കാര്യങ്ങളാണ് തൻ്റെ അനുഭവങ്ങൾ. അതൊരു പ്രമുഖ നടൻ്റെ മകൾ കൂടിയായിട്ട് സിനിമയ്ക്ക് പുറത്തുണ്ടായിട്ട് പോലും നേരിടേണ്ടി വന്ന സാഹചര്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. തീർച്ചയായും ശ്രീ മഹേഷിനും ശ്രീ ബൈജു കൊട്ടാരക്കരയ്ക്കും അതേ സംബന്ധിച്ച് കൂടുതൽ വിശദീകരിക്കാനും ആയേക്കാം. ഞാൻ അഡ്വക്കേറ്റ് പ്രിജിയിലേക്ക്, പി എ പ്രിജിയിലേക്ക് പോവുകയാണ്. ശ്രീ പി എ പ്രിജി, ഇവിടെ മറ്റ് സംസ്ഥാനങ്ങളിലൊന്നുമില്ലാത്ത ഒരു വലിയ ശ്രമം ഇവിടെ നടന്നു എന്നുള്ളതാണ്.
ഇതിനേക്കാൾ കേന്ദ്രീകൃതമായ താരപദവികൾ കൊണ്ട് നടക്കുന്ന പല വിധത്തിലുള്ള മീൻസ് നമ്മുടെ ഇതര ഭാഷാ സിനിമകളൊക്കെ ഉണ്ട്. പക്ഷേ അതുപോലൊന്നും അല്ല ഇവിടെ. എന്നിട്ട് പോലും ഇവിടെയുള്ള സമീപനങ്ങളിൽ സ്ത്രീ വിരുദ്ധതയുണ്ട് എങ്കിൽ അത് തീർച്ചയായും കണ്ടെത്തി ചോദ്യം ചെയ്യണമെന്ന വലിയ ആവേശത്തോടു കൂടിയാണ് ഒരു സർക്കാർ ഈ സംരംഭത്തിലേക്ക് ഇറങ്ങുന്നത്. അതിനുശേഷം ഈ ഷാജി എൻ കരുണിൻ്റെ നേതൃത്വത്തിലായാലും അടൂർ ഗോപാലകൃഷ്ണൻ്റെ നേതൃത്വത്തിലായാലും അമ്മയടക്കമുള്ള സംഘടനകളെ വിളിച്ച് ചർച്ച ചെയ്യുന്നതിലായാലും ഇതിൻ്റെ ശ്രമം സർക്കാർ തുടർന്നുകൊണ്ടേയിരുന്നു. ഈ റിപ്പോർട്ട് കാണാതെ തന്നെ ഇതിൻ്റെ നിഗമനങ്ങളും നിർദ്ദേശങ്ങളും വെച്ച് അത് വഴിയുള്ള പരിഷ്കാരങ്ങൾ നടപ്പാക്കാൻ സിനിമയിൽ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഇപ്പോഴാ റിപ്പോർട്ട് വിവരാവകാശ നിയമപ്രകാരം പുറത്തെത്തുന്നു. ഇനിയുള്ള കാര്യങ്ങൾ സിനിമ നയം രൂപീകരിച്ച് മുമ്പോട്ട് പോകും. ഇതാണ് സർക്കാർ വിശദീകരിക്കുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റായി ഉയരുന്നത്, എല്ലാവരും പറയുന്നു ക്രിമിനൽ കേസ് എടുക്കണം. ഒരു പരാതിയില്ലാതെ ക്രിമിനൽ കേസ് എടുക്കാനുള്ള വകുപ്പ് ഇന്ത്യൻ നിയമപ്രകാരമുണ്ടോ? ശ്രീ പി എ പ്രിജി. അജിംഷാദെ, ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ റിപ്പോർട്ട് കൊടുത്ത സമയത്ത് ഇത് പുറത്തു വിടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നിരവധി ചർച്ചകൾ അജിംഷാദും ഞാനും അടക്കം ഇരുന്നും വിവിധ ചാനലുകളിലും ഒക്കെ വന്നിരുന്നു. ആ സമയത്തൊക്കെ തന്നെ വളരെ വിശദമായി എന്തുകൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വിടുന്നില്ല എന്നുള്ളതിനെ സംബന്ധിച്ച് വിശദീകരണങ്ങൾ ആ കാലഘട്ടത്തിലും ഉണ്ടായി, ഇപ്പോഴും ഉണ്ടായി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിട്ടു എന്ന് പറയുമ്പോൾ പോലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എല്ലാ വിവരങ്ങളും യഥാർത്ഥത്തിൽ പുറത്തുവിടാനുള്ള അനുമതി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി നൽകിയോ? അത് പരിശോധിക്കട്ടെ. എന്തുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അതിൽ പറയുന്ന മുഴുവൻ പേര് വിവരങ്ങളും മുഴുവൻ സംഭവങ്ങളും പുറത്തുവിടാനുള്ള അനുമതി എന്തുകൊണ്ട് കേരള ഹൈക്കോടതിയും കൊടുത്തില്ല എന്നുള്ളതല്ലേ പ്രാഥമികമായി സർക്കാർ ഇതിന് പുറത്തടയിരുന്നു എന്നൊക്കെ പറയുന്ന അഭിപ്രായങ്ങൾ പറയുമ്പോൾ പ്രാഥമികമായി പരിശോധിക്കേണ്ടത്. ഒന്ന് നോക്കൂ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ 40ാമത്തെ പാരഗ്രാഫിൽ അടിവരയിട്ട് ഹേമ കമ്മിറ്റി പറയുന്ന ഒരു സെൻറ്റൻസ് ഉണ്ട്. അവർ ഫങ്ഷൻ ഈസ് ഓൺലി ടു സ്റ്റഡി ദ ഇഷ്യൂ റിലേറ്റഡ് ടു വുമൺ ഇൻ സിനിമ ആൻഡ് റിപ്പോർട്ട്, നോട്ട് നെയിം ഓർ ഷെയിം എനിബഡി ഓർ എക്സ്പോസ് ദ ഗിൽറ്റി. അതാണ് ലാസ്റ്റ് ലൈൻ. എക്സ്പോസ് ദ ഗിൽറ്റി, ആരുടെയെങ്കിലും കുറ്റകൃത്യങ്ങൾ പുറത്തു കൊണ്ടുവരാനോ ഒന്നും വേണ്ടി അല്ല ഈ റിപ്പോർട്ട് ഞങ്ങൾ ഈ കമ്മിറ്റി പ്രവർത്തിക്കുന്നത്. ഈ കമ്മിറ്റി പ്രവർത്തിക്കുന്നത് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ നേരിടുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് പഠിക്കുന്നതിന് വേണ്ടിയും അതിന് വേണ്ടിയിട്ട് അതിൻ്റെ പരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയുമാണ്. അപ്പോൾ ആ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി ഹേമ കമ്മിറ്റി ഒരു റിപ്പോർട്ട് സർക്കാരിലേക്ക് സമർപ്പിച്ചു. സർക്കാർ അതിന് വേണ്ട നടപടിക്രമങ്ങൾ സ്വീകരിച്ചു വരുന്നു. ഇപ്പോൾ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ അനുമതിയോടുകൂടി ഈ റിപ്പോർട്ട് പുറത്തുവിടുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഒരു വലിയ സംഘം രാഷ്ട്രീയ പ്രേരിതമായി കൂടുകയും ഒരു വലിയ ഉത്സാഹ തിമിർപ്പോടെ വന്ന് നമ്മുടെ അഭ്രപാളികളിൽ നിറഞ്ഞു നിൽക്കുന്ന എല്ലാ ആളുകളും കുഴപ്പക്കാരാണ്, അല്ലെങ്കിൽ ഒരു വലിയ വിഭാഗം കുഴപ്പക്കാരാണ്, അവരെയൊക്കെ ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ FIR രജിസ്റ്റർ ചെയ്ത് അവരെയൊക്കെ തന്നെ പ്രതികളാക്കി കേസ് രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകാനുള്ള മുഴുവൻ ഉത്തരവാദിത്വവും കേരള സർക്കാരിൻ്റെ തോളിലാണ് എന്നുള്ള നിലയിലേക്കുള്ള ചർച്ചകളുമായി ഇത് പോകുന്നത് നിയമപരമായി ഏത് തരത്തിൽ നിലനിൽക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം 40ാമത്തെ പാരഗ്രാഫിൽ പ്രാഥമികമായി തന്നെ ഹേമ കമ്മിറ്റി ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായം പറയുകയും അതോടൊപ്പം ഈ റിപ്പോർട്ടിനോടൊപ്പം ചേർത്ത് വെച്ച് വളരെ സ്പെസിഫിക്കായ ഒരു കത്ത്, ഇതിനകത്തെ ഒരാളുകളുടെയും പേര് വിവരങ്ങളോ മറ്റു കാര്യങ്ങളോ പുറത്ത് വിടാൻ പാടില്ല എന്നുള്ള ഒരു ഒബ്സർവേഷനോട് കൂടി തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിലേക്ക് ഇത് സമർപ്പിച്ചത് ഒരു FIR രജിസ്റ്റർ ചെയ്യാനോ ആരെയെങ്കിലും കുറ്റപ്പെടുത്തി മുമ്പോട്ട് പോകാനാണോ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഇൻറ്റൻഷൻ അതായിരുന്നില്ല. പക്ഷേ ഇത് പറയുമ്പോൾ പോലും നമ്മൾ ഗൗരവതരമായി കാണേണ്ട കാര്യം, ഈ ചർച്ചയിൽ 2 സീനിയറായിട്ടുള്ള സിനിമാ പ്രവർത്തകർ പങ്കെടുക്കുന്നുണ്ട്. ഒരു സിനിമാ പ്രവർത്തകൻ, ഇപ്പോൾ മഹേഷ് ഏട്ടൻ ഇതിൻ്റെ തുടക്കത്തിൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ബൈജു അതിന് കൗണ്ടറായി പറയുന്ന സംഗതി എന്താണ്? ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ആരാണ് ചെയ്തത്? ഒരു സിനിമയുടെ സെറ്റിൽ
ഒരു സീൻ 17 പ്രാവശ്യം എടുക്കേണ്ടി വന്നതിൽ നടൻ ആരാണ്, നടി ആരാണ് എന്ന് തീർച്ചയായും അതൊരു എനിക്കും കാതലായ അറിയാം, കാര്യമാണ്. നിങ്ങൾക്കും ഞാൻ അറിയാം. അഡ്വക്കേറ്റ് അത് പ്രിജിയിലേക്ക് മഹേഷ് തന്നെ എന്ന് തിരിച്ചെത്താം. തീർച്ചയായും ചർച്ച തുടരുമ്പോൾ അഡ്വക്കേറ്റ് പി എ പ്രിജി, താങ്കൾ കംപ്ലീറ്റ് ചെയ്തു വന്നത്, അതായത് ഇതിനകത്ത് മഞ്ഞ സ്വഭാവത്തിലുള്ള ചില കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് കാട്ടുന്ന ഉത്സുകതയല്ല ഇതിൽ അനിവാര്യമായത്. അതല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. കൂടുതൽ ക്രിയാത്മകമായി സ്ത്രീ ശാക്തീകരണവും സ്ത്രീ സൗഹൃദവും ലക്ഷ്യമാക്കുക എന്നതാണ്. അതല്ലേ താങ്കൾ ഉദ്ദേശിച്ചു വന്നത്? തീർച്ചയായും അജിംഷാദെ, ഞാനിപ്പോൾ ഒരു കാര്യം പറയട്ടെ. നമ്മളിപ്പോൾ കണ്ടുവരുന്ന ഒരു കാര്യം, ഇപ്പോൾ അമ്മ സംഘടനയുടെ കാര്യം എടുക്കൂ. ഇത് സിനിമാ മേഖലയിലുള്ള സ്ത്രീകളുടെ മാത്രമല്ല പുരുഷന്മാരുടെ അഭിനയ ചക്രവർത്തിയായിരുന്ന തിലകൻ ജാതീയമായ അധിക്ഷേപങ്ങളും ജാതീയമായ അവഗണനകളും സിനിമയിൽ നേരിട്ടു എന്നുള്ള നമ്മുടെ ഈ സംസ്കാര കേരളത്തിൽ, സാംസ്കാരിക ഉന്നമനം നേടി എന്ന് അഹങ്കരിക്കുന്ന ഈ കേരളത്തിൽ ഈ കാലഘട്ടത്തിൽ തിലകനെ പോലെ പ്രതിഭാസമ്പന്നനായ ഒരു അഭിനയ ചക്രവർത്തിയായ ഒരു അഭിനേതാവ് ജാതിയുടെ പേരിൽ അവഗണന നേരിട്ടു എന്നുള്ള ഭീതിതമായ വെളിപ്പെടുത്തൽ അദ്ദേഹത്തിൻ്റെ മകൾ നടത്തുമ്പോഴും നമ്മൾ കാണേണ്ട ഏറ്റവും വലിയൊരു വസ്തുത, അവരെ പീഡിപ്പിക്കാൻ ശ്രമിച്ച അല്ലെങ്കിൽ അവരോട് മോശമായി പെരുമാറാൻ ശ്രമിച്ച ആളുടെ പേര് വെളിപ്പെടുത്താത്തത് എന്തേ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഉചിതമായ സമയമായില്ല എന്നാണ്. അതോടൊപ്പം തന്നെ ഈ മേഖലയിൽ ആദ്യം പ്രതികരിക്കേണ്ട അമ്മയെന്ന് പറയുന്ന സംഘടന സ്റ്റേജ് ഷോ 350 പേരുടെ അല്ല, 600 പേരുടെ അല്ല, 1500 പേരുടെ സ്റ്റേജ് ഷോ നടത്തുമ്പോൾ എത്താനായുള്ള റിഹേഴ്സൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴായാലും അതിലെ അംഗങ്ങളുടെ വെദർ ഇറ്റ് ഈസ് ടു ബി മെയിൽ ഓർ ഫീമെയിൽ അവർ നേരിടുന്ന ഏറ്റവും വലിയ ഒരു വിഷയത്തെ സംബന്ധിച്ച് കേരളത്തിലെ ആകമാനം ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ അവർക്ക് അതിനെപ്പറ്റി യാതൊന്നും പറയാതെ പഠിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു സംഘടന അഭിനേതാക്കളുടെ, യഥാർത്ഥത്തിൽ ആ അഭിനേതാക്കളുടെ സംഘടനയും അതോടൊപ്പം തന്നെ എനിക്ക് വളരെ ബഹുമാനത്തോടു കൂടി ഈ അഭിനയ ചക്രവർത്തിയായ തിലകന്റെ മകളോടുള്ള എല്ലാ ബഹുമാനത്തോടും കൂടി ഞാൻ ചോദിക്കട്ടെ, ഇതല്ലേ ഏറ്റവും ഉചിതമായ സമയം? ഈ ഉചിതമായ സമയത്തല്ലേ അവർ ഈ പേര് വെളിപ്പെടുത്തേണ്ടത്? ഈ ചർച്ചയിലടക്കം പങ്കെടുക്കുന്ന ചലച്ചിത്ര പ്രവർത്തകർക്ക് എന്താണ് അത്തരത്തിലൊരു നട്ടല് പ്രകടിപ്പിക്കാൻ കഴിയാത്തത്? അങ്ങനെ ഒരു നട്ടല് പ്രകടിപ്പിക്കാൻ കഴിയുന്ന അവസരത്തിലാണല്ലോ തീർച്ചയായും സർക്കാരിന് ഉണർന്ന് പ്രവർത്തിക്കാൻ കഴിയുന്നത്. അല്ലാതെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പേരില്ല, കുറെ സംഭവങ്ങൾ മാത്രം പറയുന്നു. എന്താണ് സ്ത്രീകൾക്കെതിരെയുള്ള പീഡനങ്ങളെ സംബന്ധിച്ചുള്ള FIRകൾ രജിസ്റ്റർ ചെയ്താലും അതിനകത്ത് ഫൈനൽ റിപ്പോർട്ട് കൊടുത്താലും കോടതിയിൽ അതിൻ്റെ ട്രയൽ നടന്നാലും ഈ പറയുന്ന പരാതിക്കാരിക്ക് പരാതി ഇല്ലെങ്കിൽ ഏത് ഒഫൻസ് അഗൈൻസ്റ്റ് വുമൺ ഏതാണ് പ്രൂവ് ചെയ്യപ്പെടാൻ കഴിയുന്നത്? അപ്പോൾ നമ്മൾ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷ സർക്കാരിനെ ഒന്ന് പ്രതിക്കൂട്ടിൽ നിർത്തിക്കളയാം എന്നുള്ള ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ 4.5 വർഷക്കാലമായി എന്ത് നടപടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തരത്തിൽ പേരില്ലാത്ത, പ്രതികളുടെ പേരില്ലാത്ത, അല്ലെങ്കിൽ അങ്ങനെ ഗിൽറ്റി ഫൗണ്ട് ചെയ്യാൻ അല്ല എന്ന് പറഞ്ഞ് കൊടുക്കുന്ന ഒരു റിപ്പോർട്ടിൽ നടപടി സ്വീകരിക്കേണ്ടത്? വേണമെങ്കിൽ പൊളിറ്റിക്കലായ ഒരു FIR രജിസ്റ്റർ ചെയ്യാം. പക്ഷേ അങ്ങനെ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന FIRന്റെ ഭാവി എങ്ങനെ ആയിത്തീരും? ഒന്ന് ആലോചിച്ച് നോക്കുക അജിംഷാദെ. വാദിയില്ല, ഒറ്റയാൾ പോലീസിന്റെ മുമ്പിൽ ഇങ്ങനെ ഒരു പരാതി കൊടുക്കാൻ തയ്യാറല്ല. ഈ ചർച്ചയിലടക്കം കഴിഞ്ഞ 2 ദിവസക്കാലമായി കേരളത്തിലെ മുഴുവൻ ചാനലുകളിലും ചർച്ച ചെയ്യുന്ന ചലച്ചിത്ര പ്രവർത്തകരടക്കം ഒരാൾ പോലും, ഞാനത് വളരെ ശ്രദ്ധയോടുകൂടി കേട്ടുകൊണ്ടിരുന്ന ഒരു വസ്തുതയാണ്, ഒരാൾ പോലും ഒരാളുടെയും പേരും വെളിപ്പെടുത്താൻ തയ്യാറല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നേരത്തെ അജിംഷാദ് പറഞ്ഞതുപോലെ മഞ്ഞ ആരോപണങ്ങൾ മാത്രം ഉന്നയിച്ചുകൊണ്ട് സർക്കാരിന്റെ തലയിലേക്ക് ഇതങ്ങ് വെച്ചുകൊടുത്തിട്ട് ഞങ്ങളെല്ലാവരും കുറെ ആളുകൾ, ഇത് സർക്കാരിന്റെയും പോലീസിന്റെയും മാത്രം ചുമതലയാണോ? ചലച്ചിത്ര രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അവരുടെ മേഖലയെ നന്നാക്കിയെടുക്കാനുള്ള മിനിമം ബാധ്യത, മിനിമം ഉത്തരവാദിത്വം. ഇപ്പോ ബൈജു പറയുന്നു ഈ മഹേഷ് ഏട്ടന് അറിയാം ഇതൊക്കെ ആരാണെന്ന്. അപ്പൊ ബൈജുവിനെ അറിയാമോ? മഹേഷ് ഏട്ടന് അറിയാമെങ്കിൽ അദ്ദേഹം അത് പറയണ്ടേ? ഈ തരത്തിൽ ഉത്തരവാദിത്തപ്പെട്ട കൈരളി പോലെ ഒരു ചാനലിന്റെ മുമ്പിൽ ഇരുന്നുകൊണ്ടല്ലേ അത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ നടത്തേണ്ടത്? അത്തരത്തിൽ വെളിപ്പെടുത്തലുകൾ നടത്തുമ്പോഴല്ലേ FIRകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്? അങ്ങനെ രജിസ്റ്റർ ചെയ്യപ്പെട്ട FIRകളുടെ അടിസ്ഥാനത്തിൽ ആ തരത്തിലുള്ള അന്വേഷണം നടത്തുമ്പോഴല്ലേ ഈ തരത്തിൽ കറ പുരണ്ട നടന്മാരെ ആയാലും അല്ലാതെ അണിയറ പ്രവർത്തകരെ ആയാലും എല്ലാവരെയും മാറ്റി നിർത്തിക്കൊണ്ട് ആ മേഖലയെ ഒന്നാകെ നന്നാക്കിയെടുക്കാൻ കഴിയുന്നത്? നിങ്ങൾ ആരെയാണ് ഭയക്കുന്നത്? ആരെയാണ്? ശ്രീ മഹേഷ്, വളരെ കാതലായ ചോദ്യങ്ങളാണ് അഡ്വക്കേറ്റ് പി എ പ്രിജി മുമ്പോട്ട് വെക്കുന്നത്. അതായത് എങ്ങും തൊടാതെ ഹേമ കമ്മിറ്റിയുടെ തലയിൽ വെക്കുന്നു,
അത് കഴിഞ്ഞ് അതിനെ അപ്പുറത്തേക്ക് സർക്കാരിൻ്റെ തലയിലേക്ക് വെക്കുന്നു. സർക്കാർ ഒരു സംരംഭം നടത്തുകയും ഇത് നന്നാക്കണമെന്ന ആവശ്യമുള്ളത് കൊണ്ടാണല്ലോ ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചത്. മറ്റ് ഭാഷകളിലൊന്നുമില്ലാത്ത ഒരു നടപടി കേരളത്തിൽ നടന്നത്. അത് മാത്രമല്ല, ആ റിപ്പോർട്ടിൽ തന്നെ പറയുന്നു, ഹേമ കമ്മീഷൻ തന്നെ പറയുന്നു ഇത് പരസ്യപ്പെടുത്തരുത് എന്ന് കത്തെഴുതുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ നിഗമനങ്ങളും നിർദ്ദേശങ്ങളും വെച്ച് സർക്കാർ ഇതിനകം നിങ്ങളുടെ സംഘടനകളുമായി കൂടിയാലോചനകൾ നടത്തുന്നു, പലവിധ കമ്മിറ്റികളെ വെക്കുന്നു, അങ്ങനെ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കോടതിയുടെ നിർദ്ദേശപ്രകാരം ഒരു ഇൻറ്റേർണൽ കമ്മിറ്റി ഓരോ സെറ്റുകളിലും വേണമെന്നുള്ളത് നിർബന്ധമായും പാലിച്ചു കൊണ്ടുപോകുന്നു. ഇതൊക്കെ ഒരുപക്ഷെ അതിനെയൊക്കെ സാങ്കേതിക അർത്ഥത്തിൽ നിങ്ങൾ സിനിമാക്കാർ മറികടക്കുന്നോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ എന്നാലും അതൊക്കെ നടന്നു പോകുന്നു. അപ്പോഴാണ് ഈ റിപ്പോർട്ട് പുറത്തേക്കെത്തുന്നത്. ഇതാ സിനിമ നയം രൂപീകരിക്കുന്നു, അതിൻ്റെ നടപടികളുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോവുകയാണ്. ഇതിനപ്പുറത്തേക്ക് ഒരു ക്രിമിനൽ കേസ് എടുക്കണം, അങ്ങനെ നീങ്ങണമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഇടയിൽപ്പെട്ടവർ പോലും ഈ കാര്യങ്ങൾ ഇതുപോലെ വ്യക്തത നൽകുന്നില്ല. ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം ഈ ഹേമ കമ്മിറ്റിയിൽ തന്നെ ഉണ്ട്. WCC, ഈ വുമൺ കമ്മിറ്റി, അല്ലെങ്കിൽ അവരുടെ പ്രതിരോധം വലിയ അർത്ഥത്തിൽ വന്നതാണ്. അതിലുള്ള ആൾ പോലും ഇങ്ങനെ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കമ്മിറ്റിയുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തിയത് വാർത്തയാണ്. ശ്രീ മഹേഷ്, അയ്യൂഷാദ്, ആദ്യം മുഖവരായിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. അതായത് ഇത് മലയാള സിനിമയിൽ മാത്രം നിൽക്കുന്ന പ്രശ്നമൊന്നുമല്ല, ഇത് ഇന്ത്യൻ സിനിമയിൽ നിൽക്കുന്ന പ്രശ്നമല്ല. Me Too ക്യാമ്പയിൻ തുടങ്ങിയത് എവിടെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പറഞ്ഞോട്ടെ, ഹോളിവുഡ് തൊട്ടേ ഉണ്ട്. അതുകൊണ്ട് സിനിമാ മേഖലയിൽ മാത്രമല്ല ഈ പ്രശ്നങ്ങൾ, എല്ലാ മേഖലയിലുമുണ്ട്. ശനി ഞായറാഴ്ച ദിവസങ്ങളിൽ അയൽ സംസ്ഥാനത്തെ ഗവൺമെൻറ് അതിഥി മന്ദിരങ്ങളിൽ പോയാൽ നമ്മൾ ഞെട്ടിക്കുന്ന കാഴ്ചകൾ കാണാൻ സാധിക്കും എന്നുള്ളതൊരു സത്യമാണ്. അതും അവിടെ നിൽക്കട്ടെ. അപ്പം ഞാൻ അതിലോട്ട് പറഞ്ഞു പോയിക്കൊണ്ട് എല്ലാവരും ഒരേ കാളവണ്ടിയുടെ നുഖത്തിൻ്റെ കീഴിൽ വരേണ്ടവരാണ് എന്നുള്ളത് ഒന്ന് ചെറുതായിട്ട് സൂചിപ്പിച്ചെന്ന് മാത്രം. പിന്നെ ഈ WCC ആണല്ലോ ഇതിന് മുൻകൈ എടുത്തത്. ഈ WCC പറഞ്ഞു വിട്ട ആൾക്കാർ പോലും എന്തുകൊണ്ട് പേര് വെളിപ്പെടുത്താൻ തയ്യാറാകുന്നില്ല എന്നുള്ളത് നിങ്ങൾ അറിയണ്ടേ? അല്ലെങ്കിൽ പേര് വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് പുറത്തോട്ട് വരുന്നില്ല എന്നുള്ളത് ആദ്യം അവരല്ലേ പറയേണ്ടത്, അല്ലെങ്കിൽ കമ്മിറ്റിയുടെ തലപ്പത്തിരിക്കുന്നവരല്ലേ പറയേണ്ടത്. അല്ലാതെ ഇപ്പം ഞാൻ കാണുന്നത് എന്താണെന്നറിയോ, നനഞ്ഞിടമായതുകൊണ്ട് എല്ലാവരും കൂടെ വന്നിട്ട് ഈ നടന്മാരുടെ നടിമാരുടെ സംഘടന അമ്മയിലോട്ടാണ് കയറുന്നത്. അമ്മയുടെ നടന്മാരോ നടിമാരോ ഇല്ലാന്നൊന്നും പറയുന്നില്ല, എങ്കിൽ പോലും എല്ലാ കഥാപാത്രങ്ങളെയും സജസ്റ്റ് ചെയ്യുന്നത് അവരൊന്നുമല്ല. അതിനേക്കാളേറെ ഇതിൻ്റെ നിർമ്മാണ പ്രക്രിയയിൽ നിൽക്കുന്ന, ഇതിൻ്റെ പിന്നാമ്പുറത്ത് നിൽക്കുന്ന വേറെ പല ആൾക്കാരുമാണ് ഒരു നടിയെ ഒരു നടനെയൊക്കെ തീരുമാനിക്കുന്നതിന്. അതാണ് ഞാൻ മുഖവരായിട്ട് ആദ്യമായിട്ട് പറഞ്ഞത്. ഇതിനകത്ത് പറഞ്ഞ പല കാര്യങ്ങളും ഇത് പ്രാവർത്തികമാക്കാൻ ബുദ്ധിമുട്ടാണ്. അഹിംഷാദെ, വേതനത്തിൻ്റെ തുല്യത നടക്കുന്ന കാര്യമാണോ? ഇതൊരു പ്രോഡക്റ്റാണ്, ഇത് കച്ചവടം ചെയ്യാനുള്ള സാധനമാണ്. നമുക്കറിയാം, ഒരു വലിയ സൂപ്പർ മാർക്കറ്റിൽ പോയാൽ സോപ്പുകൾ ഇരിക്കുന്ന സ്ഥലത്തോട്ട് പോയാൽ പല സോപ്പുകളുണ്ടാവും, പല കമ്പനികളും ഉണ്ടാക്കിയത്. എല്ലാ സോപ്പിനും ഒരേ വില വേണം എന്ന് നമ്മൾ ശടിച്ചോണ്ട കാര്യമില്ല. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് വേതനത്തിൻ്റെ കാര്യം. ഇപ്പോൾ ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി മെയിൽ ഡോമിനേഷനുള്ള ഒരു സിനിമ മേഖലയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. 60കളിലും 70കളിലും ഷീലാമ്മയും ശാരദാമ്മയൊക്കെ പ്രധാന വേഷങ്ങൾ ചെയ്തിട്ടുള്ള സിനിമകൾ കാണുവാനുള്ള ഭാഗ്യങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ വന്ന് ഈ 90കളിലും 2000ലും ആയപ്പോൾ അത്തരം സിനിമകൾ വളരെ കുറഞ്ഞു. അപ്പം ഈ പറയുന്ന നടിമാരുടെ ദിവസങ്ങൾ പോലും, അതായത് നായകന് ചുറ്റും ഓടി നടക്കാനായിട്ടോ അല്ലെങ്കിൽ ഒരു പാട്ട് പാടാനായിട്ടോ മാത്രമൊക്കെ നിൽക്കുന്ന അവസ്ഥയിലോട്ട് നായികമാർ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ റെമ്യൂണറേഷനും കുറഞ്ഞു. മറ്റേ സിനിമകൾ ജനങ്ങൾ സ്വീകരിക്കുന്നതുകൊണ്ടാണ് അത്തരം സിനിമകൾ തന്നെ ഒരേ അച്ചിലടിച്ച് വരുന്നത് പോലെ വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. വീണ്ടും നല്ല നല്ല കഴിവുറ്റ നടിമാർ വന്ന് അവരുടെ ഇമ്പോർട്ടൻസ് കൂടിക്കൊണ്ട് അവരുടേതായിട്ടുള്ള സിനിമകൾ വന്നു. മാത്രമല്ല, മലയാളത്തിലെ തന്നെ നടിമാർ അന്യ സംസ്ഥാനത്ത് പോയിട്ട് കോടികൾ പ്രതിഫലം മേടിക്കുന്ന രീതിയിലോട്ട് അവർ ഉയർന്നു വന്നിട്ടുണ്ട്. ഇതെല്ലാം ബേസിക്കലി ഞാൻ പറഞ്ഞു വരുന്നത് മാർക്കറ്റിങ്ങിനാണ്. ഒരാൾക്ക് മാർക്കറ്റ് വാല്യൂ ഉണ്ടെങ്കിൽ, ഇപ്പോൾ എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്ത്, ആ സുഹൃത്ത് 7 or 8 വർഷം വീട്ടിലിരുന്ന് പോയിട്ടുണ്ട്. പക്ഷേ ഒരു സംവിധായകൻ്റെ പടത്തിൽ ഒരു വളരെ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്നൊരു വേഷം ചെയ്തതോടുകൂടി ഇപ്പോൾ റോഡിലിറങ്ങിയാൽ അദ്ദേഹമില്ലാത്ത സിനിമ നമുക്ക് കാണാൻ സാധിക്കില്ല. അത്രയ്ക്ക് അദ്ദേഹം തിരക്കുള്ള ഒരു നടനായി മാറി. അപ്പോൾ ഇതൊക്കെ ഈ പറഞ്ഞ പോലെ സമയത്തിൻ്റെയും പിന്നെ പലരുടെയും, ഒരു സിനിമ രക്ഷപ്പെട്ടാൽ ശ്രദ്ധിക്കപ്പെട്ടാൽ പെട്ടെന്ന് എല്ലാവരും ഓർക്കും, ഇല്ലേ നമ്മളെ മറന്നുപോകും. അങ്ങനെയുള്ള പ്രശ്നങ്ങളും ഉണ്ട് എന്ന് കരുതിക്കൊണ്ട് ഇതിനകത്ത് ഫേസ് ചെയ്യേണ്ടി വന്ന നടിമാരുടെ കഷ്ടപ്പാടുകളെയോ അവർക്ക് അനുഭവിക്കേണ്ടിയിരുന്ന പ്രശ്നങ്ങളെയോ ഞാൻ വളരെ ലഘൂകരിച്ച് കാണുകയല്ല. അതിന് ശാശ്വതമായ പരിഹാരം ആദ്യം അവരിൽ നിന്ന് തന്നെ തുടങ്ങണം.
എന്നെ ആര് തൊടണ്ടയോ, ഞാൻ ഇങ്ങനെ ചെയ്താൽ മാത്രം സിനിമയുള്ളെങ്കിൽ എനിക്കത് വേണ്ട എന്ന് പറയാനുള്ള മനസ്സ് പോലും കാണിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം കഥയിലടിച്ച് ഇപ്പം പറഞ്ഞില്ലേ, കഥയിൽ തട്ടുന്ന ബഹളം ഉണ്ടാക്കുന്നത് കംപ്ലൈൻറ്റ് ചെയ്യണമെന്നേ. എന്നിട്ട് റിസപ്ഷനിൽ കംപ്ലൈൻറ്റ് ചെയ്ത് ഹോട്ടലുകാർ കേട്ടില്ലെങ്കിൽ പോലീസിനെ വിളിക്കണമെന്നേ. ഇവർക്കല്ലേ പ്രൊട്ടക്ഷൻ കിട്ടുക, പിടിപ്പിക്കണം. അങ്ങനെയുള്ളവരകത്ത് പോകണം. അതാണ് വേണ്ടത്, അതാണ് ശാശ്വതമായ പരിഹാരം. ഇപ്പോൾ തന്നെ ഈ കമ്മിറ്റിയിൽ നമ്മുടെ പ്രജീഷ് പറഞ്ഞ പോലെ, അഡ്വക്കേറ്റ് ബഹുമാനനെ പ്രജീഷ് പറഞ്ഞ പോലെ 40ാമത്തെ ഇതിൽ പറയുന്നത് പോലെ ഇത് അവർ തന്നെ പറയുന്നുണ്ട്, ഈ കമ്മിറ്റി രൂപീകരിച്ചത് ഈ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ നിർദ്ദേശങ്ങൾ പാലിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. ആ നിർദ്ദേശങ്ങൾ എത്ര ഫലവത്തായിട്ട് പാലിക്കാൻ സാധിക്കും എന്ന് എനിക്ക് ഇപ്പോഴും ഭയമുണ്ട്. ഞാനത് മുൻകൂട്ടി പറയുന്നത് ശരിയാണ്. കാരണം സിനിമാ മേഖലയെ സംബന്ധിച്ച് അറിയുന്ന ഒരാൾ, കുട്ടിക്കാലം മുതൽ തന്നെ അറിയുന്ന ഒരാൾ എന്ന നിലയിൽ അതിൻ്റെ നിഗൂഢതകൾ ബോധ്യമാകുന്ന ആൾക്ക് ഒരു പക്ഷേ ശരിയാണ്, സംശയം തോന്നിയേക്കാം. പക്ഷേ നമ്മൾ പരിഹരിച്ചിരിക്കും എന്ന എഫർട്ടാണ് ഇപ്പോൾ സർക്കാരും ജനകീയ ഭരണകൂടവും ഒക്കെ നമുക്ക് ഉറപ്പ് നൽകുന്നത്. അങ്ങനെ നമുക്ക് മുമ്പോട്ട് പോകാം. ദോഷൈകതൃക്കാകാതെ. ശ്രീ ബൈജു കൊട്ടാരക്കര, ഇവിടെ കൈ നനയാതെ മീൻ പിടിക്കാനുള്ള ശ്രമം നടക്കില്ല. ശരിയാണ്, ഒരു സ്ത്രീ സൗഹൃദം സാധ്യമാക്കാനുള്ള ഒരു വലിയ ഇടപെടൽ ഒരു ജനകീയ ഭരണകൂടം നടത്തുന്നു. അതുമായി ബന്ധപ്പെട്ട് സഹകരിക്കുകയും അതിന് നിയമപരമായ വശങ്ങൾ ക്ലിയർ ചെയ്ത് മുമ്പോട്ട് പോവുകയും ചെയ്യേണ്ടവർ ആരാണ്? അവരാണ്. അവരുടെ എല്ലാവിധ അവകാശങ്ങളും രഹസ്യമാക്കി വെക്കാനുള്ള അവരുടെ അവകാശങ്ങളും, പ്രൈവസി കീപ്പ് ചെയ്യാനുള്ള അവരുടെ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് തന്നെ ഈ സംവിധാനങ്ങൾക്ക് മുന്നോട്ട് പോകാനാകും. അങ്ങനെ നിരവധി തെളിവുകളുണ്ട്. എന്തുകൊണ്ട് സിനിമയിൽ നിന്ന് അത്തരത്തിലൊരു എഫർട്ട് ഉണ്ടാകുന്നില്ല? ഇവിടെ PA പ്രജി ചൂണ്ടിക്കാണിച്ചത് ഇവിടെയാണ്. ബൈജു കൊട്ടാരക്കര അടക്കം ഇത്ര റിബലായി കാര്യങ്ങൾ പറയുന്നവർ പോലും ഇതേ സംബന്ധിച്ച് വെളിപ്പെടുത്തുന്നില്ല. ശ്രീ മഹേഷും സൂചിപ്പിച്ചത് ശരിയാണ്. WCCയിലുള്ള ഒരംഗം പോലും മാറിപ്പറയുന്നു. ഇവർക്കാർക്കും ഇവരുടെയൊക്കെ പേരുകൾ കൃത്യമായി നിയമത്തിൻ്റെ മുമ്പിൽ എത്തുകയും നീതി ഉറപ്പാവുകയും ചെയ്യുന്ന രീതിയിൽ സ്പെസിഫിക് ആകാത്തത് എന്താണ്? അജിംഷാദേ, ഹേമ കമ്മിറ്റി പോലൊരു കമ്മിറ്റി വന്നിട്ട് അവര് കണ്ടെത്തിയ നിഗമനങ്ങൾ വെച്ചിട്ട്, അവർ കൊടുത്ത തെളിവുകൾ വെച്ചിട്ട്, അവർ കൊടുത്ത വീഡിയോ ക്ലിപ്പുകൾ വെച്ചിട്ട് അതിന്റെ പേരുകൾ അവർക്ക് വെളിപ്പെടുത്താൻ പറ്റില്ല, സർക്കാരിന് വെളിപ്പെടുത്താൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളെ പോലുള്ള 1-2 ആളുകൾ ഈ ചാനൽ വന്നിട്ട് സംസാരിക്കുമ്പോൾ ആ പേര് വെളിപ്പെടുത്തണമെന്ന് പറയുന്നതിന്റെ ആ ഉദ്ദേശത്തെ എനിക്ക് മനസ്സിലായി. പ്രജി പറഞ്ഞതിന്റെ ഉദ്ദേശത്തെ എനിക്ക് മനസ്സിലായി. കാരണം സാംസ്കാരിക വകുപ്പിനെയും ഗവൺമെന്റിനെയും മാക്സിമം താങ്ങി നിർത്തുക എന്നുള്ളതാണല്ലോ പ്രജിയുടെയൊക്കെ ഒരു ദൗത്യം എന്ന് പറയുന്നത്. പണ്ട് ഇവിടെ അടൂർ ഗോപാലകൃഷ്ണ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. കോടിക്കണക്കിന് രൂപ ചെലവാക്കി. അടൂർ ഗോപാലകൃഷ്ണ കമ്മിറ്റി റിപ്പോർട്ടിൽ പല പ്രാവശ്യവും ചർച്ചയ്ക്കും ഡിസ്കഷനുമായിട്ട് ഞാൻ പോയിട്ടുള്ളതാണ് സാംസ്കാരിക വകുപ്പിന്റെ കീഴിൽ. അവിടെ നടന്ന ആ കാര്യങ്ങൾ മുഴുവൻ ഇത്രയും റെഡിയാക്കി വെച്ചിട്ട് ഇന്നേ വരെ അടൂർ ഗോപാലകൃഷ്ണൻ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല. പുറത്തു വന്നു, പക്ഷേ ഒരെണ്ണം പോലും നടപ്പാക്കിയിട്ടില്ല. എന്താണ് നടപ്പാക്കാത്തത്? അതിനുശേഷമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. ഇന്ന് 1 കോടി രൂപയും കൂടി അനുവദിച്ചിരിക്കുന്നതാണ് പറഞ്ഞത്. സാംസ്കാരിക മന്ത്രി പറഞ്ഞു 1 കോടി രൂപ അനുവദിച്ചിരിക്കുന്നു. കാര്യം എന്താ? സിനിമയിലെ കാര്യങ്ങൾ പഠിക്കാൻ. ഇനി എന്തോന്ന് പഠിക്കാൻ? ഇതിൽ കൂടുതൽ എന്താണ് പഠിക്കാനുള്ളത്? അതുകൊണ്ട് ഈ കൂടുതൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഈ സംസാരിക്കുന്നതിലും ഭേദം ഈ പറഞ്ഞ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്തുള്ള ഈ പേരുവിവരങ്ങൾ, കാരണം മൊത്തം സിനിമാക്കാരെ ബൈജു കൊട്ടാരക്കര, അവിടെയാണ് പ്രശ്നം. ഇതിൽ പേരുകൾ പറയുകയോ ആരെയും ക്രിമിനൽ നടപടികൾക്ക് കൊണ്ടുവരികയോ ചെയ്യുന്നതല്ല ഇതിൻ്റെ ലക്ഷ്യം. ഇതിൻ്റെ ലക്ഷ്യം സിനിമയിൽ ഉള്ളിലുള്ള ഇത്തരം പ്രവണതകളെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ്. അവിടെ ആരുടെയും പേര് പറയരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരകൾ ഈ കാര്യങ്ങൾ പറയുന്നത്. അവരാരും സ്പെസിഫൈ ചെയ്ത് പേര് പറഞ്ഞിട്ടില്ല. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇത് പുറത്തുവിടരുതെന്ന് ആദ്യം ആവശ്യപ്പെട്ടത് തന്നെ ജസ്റ്റിസ് ഹേമ കമ്മീഷനാണ്. പക്ഷേ നിഗമനങ്ങളും നിർദ്ദേശങ്ങളും അത് സർക്കാരിലേക്ക് സമർപ്പിക്കപ്പെട്ടു. അതാണ് സർക്കാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ശ്രീ ബൈജു കൊട്ടാരക്കര സൂചിപ്പിച്ചതുപോലെ ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമം സർക്കാർ തുടരുന്നുണ്ട്. ഇന്നത് മന്ത്രിമാർ പറഞ്ഞു. അവർ എല്ലാ സംഘടനകളെയും വിളിച്ച് കൂടിയാലോചിച്ചു. പല വിധത്തിലുള്ള ശ്രമങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നടത്തി. ഈ ഇന്റേണൽ കമ്മിറ്റി അവിടെ നിൽക്കണം, സെറ്റുകളിൽ തുടരണം എന്നത് കർശനമാണോ എന്നുള്ളത് നിരീക്ഷണം ശക്തമാക്കി. ഇങ്ങനെ ഒരുപാട് നടപടികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രീ ബൈജു കൊട്ടാരക്കര, അജിംഷാദെ, ഇന്റേണൽ കമ്മിറ്റി ഉണ്ടാക്കിയതൊക്കെ സത്യം തന്നെയാണ്. പക്ഷേ ഇന്റേണൽ കമ്മിറ്റിക്കകത്ത് ഇരിക്കുന്ന ആൾ ആരാന്നറിയാമോ? ഇതിനകത്ത് ഈ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. ഓരോ ലൊക്കേഷനിലും അതിനകത്ത് ഇരിക്കുന്ന ആളുകൾ ഒന്ന് ഇറങ്ങി പരിശോധിച്ചു നോക്കൂ, വിവരം മനസ്സിലാകും. അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ സർക്കാർ ഈ സിനിമയ്ക്ക് വേണ്ടി എന്ത് ചെയ്തെന്നാണ് ഈ പറയുന്നത് അംഷാദെ? എന്താണ് ഇന്നത് മന്ത്രിമാർ വിശദീകരിച്ചിട്ടുണ്ട്. ഇത് പുറത്തെത്തിയപ്പോൾ, ഇത് കോലാഹലമായപ്പോൾ മാത്രമല്ല, ഇതിൻ്റെ നിർദ്ദേശങ്ങളും നിഗമനങ്ങളും ലഭിച്ചത് വെച്ച് പരിഷ്കരിക്കാൻ സർക്കാർ അതിൻ്റെ ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് വിവരാവകാശ നിയമപ്രകാരം ഇപ്പോൾ ഞങ്ങളുടെ തന്നെ സീനിയർ ന്യൂസ് എഡിറ്റർ
ക്ഷമിക്കണം, ഞങ്ങളുടെ ന്യൂസ് എഡിറ്റർ ശ്രീ ലെസ്ലി ജോണാണ് ഈ കാര്യങ്ങൾ വിവരാവകാശ നിയമപ്രകാരം കൊണ്ടുവന്നത്, പുറത്തേക്ക് എത്തിക്കുന്നത്. അതിനുശേഷം ഈ നടപടികൾ കൂടുതൽ ശക്തമായി അതിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് സർക്കാർ നടത്തുന്നുണ്ട്. അതാണ് ഈ നയരൂപീകരണത്തിലേക്ക് പോകുന്നത്. അതിനെ താങ്കൾ പരിഹസിക്കുന്നു, 1 കോടി രൂപ അനുവദിച്ചത്. അത് നയരൂപീകരണം, ഈ സിനിമയെ നന്നാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. അപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുമ്പും പുറത്തു വരുമ്പോഴും എല്ലാം സർക്കാർ ഒരുപോലെ ഇത് പരിഷ്കരിക്കാനുള്ള നടപടികൾ എടുക്കുന്നുണ്ട്. ആ എഫർട്ട് നമ്മൾ മനസ്സിലാക്കാതിരിക്കരുത് ശ്രീ ബൈജു കൊട്ടാരക്കര. അതെ, കുറെ കാലങ്ങളായിട്ട് ഈ നയരൂപീകരണം നടക്കുന്നുണ്ട്. പിന്നെ ആയിഷമതെ, ഇതിനകത്ത് അവിടെ വിളിക്കുന്ന ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ, ഇതിനകത്ത് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകളെ ഒരു കള്ളനെ ശരി, ഞാൻ തിരിച്ചെത്താം. സോണിയ തിലകൻ നമ്മോടൊപ്പമുണ്ട്. ശ്രീമതി സോണിയ തിലകൻ നമ്മോടൊപ്പമുണ്ട്. ഡോക്ടർ സോണിയ തിലകൻ, താങ്കൾ നേരിട്ടായി ഗസ്റ്റ് എത്തുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ചില സംഭവ വികാസങ്ങളുടെ ഭാഗമായി താങ്കൾക്ക് എത്താൻ കഴിഞ്ഞില്ല, അത് മനസ്സിലാക്കുന്നു. പക്ഷേ സോണിയ തിലകൻ, എന്തൊക്കെയാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് താങ്കളുടെ അനുഭവം എന്ന അർത്ഥത്തിൽ പറയുന്നത്? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളിൽ ഈ ആർട്ടിസ്റ്റുകൾക്കെതിരെയുള്ള, നടിമാർക്കെതിരെയുള്ള പീഡനം, അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇതിനകത്തുള്ള അവർക്ക് മാത്രമല്ല, ഈ സിനിമയ്ക്ക് പുറത്തുള്ള എനിക്ക് പോലും, ഞാൻ ഇതുമായി ബന്ധപ്പെട്ടൊരു വ്യക്തിയല്ല, എനിക്ക് പോലും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. ഒരു റൂമിലേക്കുള്ള ഒരു ക്ഷണം ഉണ്ടായി എന്നുള്ള വസ്തുതയാണ് ഞാൻ പറഞ്ഞത്. ഞാനൊരു കാര്യം ചോദിക്കുന്നു. ഇത് തിലകൻ എന്ന് പറയുന്നത്, ഇപ്പോൾ താങ്കളുടെ സഹോദരൻ തന്നെ ഇട്ട ഒരു പോസ്റ്റ്, ചില്ലക്ഷരങ്ങളിൽ പോലും കള്ളം പറയാത്ത കള്ള ചിരിക്കുകയാണ് എന്നർത്ഥത്തിൽ വലിയ ഒരു ക്യാച്ചിങ് പോസ്റ്റൊക്കെ ഇട്ടു താങ്കളുടെ സഹോദരൻ തന്നെ. അപ്പോൾ അങ്ങനെ അത്രയേറെ ആർജവം കാണിച്ചിട്ടുള്ള ഒരാളാണ് തിലകൻ, നടനെന്ന നിലയിലും പുറത്തുള്ള സാമൂഹിക ഇടപെടലിലും ഒക്കെ ഈ സിനിമയുമായി ബന്ധപ്പെട്ട്. അതിപ്പോൾ മഹേഷ് അടക്കമുള്ള, ബൈജു കൊട്ടാരക്കര അടക്കമുള്ള, പ്രിജി അടക്കമുള്ളവർ അംഗീകരിക്കുകയും ചെയ്യുന്നു. പക്ഷേ ആ തിലകൻ്റെ മകൾ എന്തുകൊണ്ടാണ് ആർജവത്തോടു കൂടി ഇവരൊക്കെ നിയമത്തിൻ്റെ മുന്നിലെത്തുകയും ഇവർക്കെതിരെ ശിക്ഷാ നടപടികൾ നടപ്പാക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു എഫർട്ട് എടുക്കാത്തത്? പരസ്യമായി ഈ പ്രതികളുടെ ഈ ഇങ്ങനെ സമീപനം നടത്തുന്നവരുടെ പേര് പറയാത്തത്, അതിന് ധൈര്യം കാണിക്കാത്തത് എന്താണ് ഡോക്ടർ സോണിയ? ഞാൻ അത് ആർജവത്തോടെ തന്നെ അവിടെ വെച്ചത് സ്റ്റോപ്പ് ചെയ്യാൻ ഇത് കാണിച്ചു. അതിനുശേഷം ആ വ്യക്തി ഇന്ന് വരെ എനിക്കൊരു മെസ്സേജ്, ഒരു ഹായ് പോലും അയച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ അതിന്റെ പുറകെ പോയില്ല. പിന്നെ ഈ മറ്റുള്ളവര് കംപ്ലൈന്റ് കൊടുത്തു എന്ന് പറയുന്നത് എപ്പോഴാണ് കൊടുത്തത്? അവരിപ്പോഴും അവര് ഇരകൾ കൊടുത്തിരിക്കുന്ന മൊഴി ടൈപ്പ് ചെയ്യാൻ പുറത്തുനിന്നൊരു സ്റ്റെനോയെ വിളിക്കാൻ പോലും പേടിക്കുന്ന ഒരു അന്തരീക്ഷം. ശരിയാണ്. അത് പുറത്തേക്ക് ലീക്ക് ചെയ്യപ്പെട്ടാൽ ഈ പറയുന്ന പവർ കമ്മിറ്റി അവർക്ക് അതിന് മുകളിൽ പ്രവർത്തിക്കും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അവര് ഇത് ചെയ്യാത്തത്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ഫീൽഡിലുള്ള വ്യക്തിയല്ല. എനിക്കത് കൈകാര്യം ചെയ്യാൻ സാധിച്ചത് കൊണ്ട് ഞാൻ അതിന് പുറകെ. പക്ഷേ തിലകനാണ്, ആ സിനിമയുടെ ഭക്ഷണമാണ് നിങ്ങളൊക്കെ കുട്ടിക്കാലം മുതൽ കഴിക്കുന്നത്. അതുമാത്രമല്ല, സിനിമയുടെ ആ അർത്ഥത്തിൽ വലിയ കൂറ് വേണ്ട ഒരു കലാകുടുംബമാണ് നിങ്ങളുടേത്. അപ്പോൾ തീർച്ചയായും സിനിമയിലെ പുഴുക്കുത്തുകൾ പുറത്തേക്ക് എത്തിക്കാനുള്ള ഒരു എഫർട്ട് എടുക്കണ്ടേ സോണിയ? തീർച്ചയായിട്ടും ആ എഫേർട്ടിന് തുടക്കം കുറിച്ചത് തന്നെ തിലകൻ എന്ന് പറയുന്ന നടനാണ്. അതെ, തിലകന്റെ മകൾ അത് തുടരും. വിപ്ലവത്തിന്റെ തിരിയാണ് ഇപ്പൊ ആരാണ് അത്തരത്തിലുള്ളവർ? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് അതിന് ശക്തി ഉണ്ടാകട്ടെ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടില് കുറച്ചു പേരുടെ പേരുകൾ പുറത്ത് വന്നിട്ടില്ലല്ലോ. ഇല്ല, ആരുടെ പേരുകളായിട്ട് വന്നിട്ടില്ല. അതെ, അപ്പൊ ആ ഒരു ഇതില് ഞാനും ആ പേരുകൾ തൽക്കാലം പറയുന്നില്ല. ഒരു അവസരം വന്നാൽ അത് പറയേണ്ടി വന്നാൽ പറയും. തീർച്ചയായും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും ഇതുമായി ബന്ധപ്പെട്ട് ഈ ശ്രമമൊക്കെ നടത്തിയത് സർക്കാരാണല്ലോ, സർക്കാരാണ്. WCC, അതായത് ഈ വുമൺ കൂട്ടായ്മ, അവർ പോലും ഇതിനകത്ത് തിരിഞ്ഞുള്ള ഒരു നിലപാട് പിന്നീട് എടുത്തു എന്നാണ് കേൾക്കുന്നത്. പക്ഷേ എന്നിട്ടും ഈ സർക്കാർ എന്താണ് സ്ത്രീ വിരുദ്ധമായ സമീപനങ്ങൾക്കെതിരെ നീങ്ങി. അങ്ങനെയാണല്ലോ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എത്തുന്നത്. സർക്കാരിൻ്റെ ആ സംരംഭം, ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, അതിനെ എങ്ങനെയാണ് സോണിയ തിലകൻ കാണുന്നത്? തീർച്ചയായിട്ടും ഞാൻ സർക്കാരിന്റെ ആ ഒരു ഇതിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാരണം ഇന്ന് വരെ ഒരു സിനിമ ഇൻഡസ്ട്രിയിലും ഇല്ലാത്ത രീതിയിലുള്ള ഒരു കമ്മിറ്റി രൂപീകരിച്ച് അതിൽ എല്ലാവരും അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പഠിച്ച് അത് വളരെ സത്യസന്ധമായിട്ട് തന്നെ സബ്മിറ്റ് ചെയ്ത സർക്കാരിന് ശരിക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതാണ്. അതേപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, ഇതിനെതിരായിട്ട്, അതായത് ഇനിയും ഇങ്ങനെയുള്ള ചൂഷണങ്ങളും വഞ്ചനകളും പീഡനങ്ങളും പോക്സോ കേസ് ഉൾപ്പെട്ട പീഡനങ്ങളും നടക്കാതിരിക്കാനായിട്ട് ഒരു കോൺക്ലേവ് നടത്തുന്നു എന്ന് കേട്ടു. അപ്പൊ അതിൽ അപ്പുറം അങ്ങനെ ഒരു അമിക്കബിൾ സെറ്റിൽമെന്റിലേക്ക് പോകാതെ ഒരു സെറ്റിൽമെന്റ് അല്ല, അത് കൂടുതൽ പരിഷ്കരിക്കാനുള്ളതിന്റെ തുടക്കം മാത്രമാണ്. അതെ, അത് ഞാൻ അംഗീകരിക്കുന്നു.
ആ ഒരു സംരംഭവും തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ടതാണ്. ഇങ്ങനെ ഒരു കാൽവയ്പ് നടത്തിയത് അത് നമ്മൾ ഇൻഡസ്ട്രിയിൽ നമ്മുടെ സർക്കാർ മാത്രമേ അത് നടത്തിയിട്ടുള്ളൂ. അത് ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതാണ്. തീർച്ചയായും അതുപോലെ ഒരു ശക്തമായ നിയമം പാസാക്കി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ അതിന് ശക്തമായ നടപടി ഉണ്ടാകും എന്നൊരു നിലയിലേക്ക് ഒരു തീരുമാനം ഉണ്ടാകണം എന്നാണ് എൻ്റെ ആഗ്രഹം. തീർച്ചയായും വളരെ നന്ദി ഈ ഘട്ടത്തിൽ ഞങ്ങളോട് സഹകരിച്ചത്. പക്ഷേ ഇപ്പോൾ നേരിട്ടെത്താനാകാത്തതുകൊണ്ട് ഞങ്ങളുടെ 8 മണിയുടെ ചർച്ചയിൽ താങ്കൾ വരുമെന്ന് നേരിട്ട് എത്തുമെന്നാണ് പ്രതീക്ഷ. ശ്രീമതി സോണിയ, ആക്ച്വലി ഞാൻ പേഷ്യൻസിന് അപ്പോയിന്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ പെട്ടെന്നൊരു ഇതായതുകൊണ്ട്. ശരി ശരി ശരി. തീർച്ചയായും ചർച്ച വൈൻഡപ്പ് ചെയ്യുന്ന സമയത്തേക്ക് പോകുമ്പോൾ ശ്രീ PA പ്രജി എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ഈ ഘട്ടത്തിൽ ചുരുക്കി. തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സിനിമാ നയ രൂപീകരണത്തിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ക്രിമിനൽ കേസ് അതും 354ൻ്റെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്യണം. അങ്ങനെ അഭിപ്രായപ്പെടുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് ആർക്കെതിരെ രജിസ്റ്റർ ചെയ്യണം, ആരാണ് ഇതിനകത്തെ പരാതിക്കാരി, ഇതൊക്കെ ഒന്ന് സർക്കാരിന് തൻ്റെ ഇടത്തോടെ ആർജവത്തോടു കൂടി ഒന്ന് കാണിച്ചു കൊടുക്കാൻ സിനിമാ മേഖലയിലുള്ളവർ കൂടി തയ്യാറാകണം. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും അടിവരയിടുന്ന ഒരു അഭിഭാഷകന്റെ കൂടി വാക്കുകളാണ് അത്. തീർച്ചയായും അത് വലിയ ചർച്ചയ്ക്കിടയാക്കേണ്ടതാണ്. ശ്രീ മഹേഷ്, ഈ ഇത്തരത്തിൽ സിനിമയെ നന്നാക്കുന്ന ഒരു വലിയ പ്രക്രിയയിലേക്ക്, സ്ത്രീ സൗഹൃദമാകുന്ന പ്രക്രിയയിലേക്ക് പോകാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിനുള്ള ക്രിയാത്മക നിർദ്ദേശങ്ങൾ നൽകാം, മറ്റ് അലോസരങ്ങൾ ഉണ്ടാക്കാതെ, അല്ലേ? അതല്ലേ വേണ്ടത് ശ്രീ മഹേഷ്? തീർച്ചയായിട്ടും. മാത്രമല്ല അതിനകത്തുള്ള പ്രതീക്ഷ ഈ സർക്കാരിൽ തന്നെയാണ്. ഈ സർക്കാരിന് മാത്രമേ ആർജവമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന് തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പ്രതിപക്ഷ നേതാവിൻ്റെയൊക്കെ ചില കമൻസൊക്കെ കണ്ടു. ആദ്യം എനിക്ക് പറയാനുള്ള അവരിലുള്ള ഈ പുരുഷന്മാരെ ഒന്ന് സ്വഭാവ ഗുണത്തോടുകൂടി നിർത്താൻ അവരാദ്യം ശ്രമിക്കട്ടെ എന്നുള്ളതാണ്. അത് തന്നെയാണ് അതിനുള്ള ഏറ്റവും വലിയ മറുപടി. ഞാൻ സമയം പരിമിതി ഉള്ളതുകൊണ്ട് ഇടപെടുകയാണ്. അതിനപ്പുറത്തേക്ക് ഒരു വാചകം യഥാർത്ഥത്തിലില്ല രാഷ്ട്രീയമായി കൂടി. ശ്രീ മഹേഷ്, വളരെ നന്ദി. ശ്രീ അഡ്വക്കേറ്റ് പ്രജി, ഒപ്പം ബൈജു കൊട്ടാരക്കര, സോണിയ തിലകൻ, എല്ലാവർക്കും നന്ദി. ഈവനിംഗ് ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു.